ഹിന്ദുരക്ഷാ മമാദീക്ഷാ. രാമായണത്തെ സംബന്ധിച്ച് നമ്മുടെ പ്രമാണ ഗ്രന്ഥം വാൽമീകി മാമുനി നമുക്ക് സമ്മാനിച്ച രാമായണമാണ്. രാമായണം എന്നു പറഞ്ഞാൽ വാൽമീകി നമുക്ക് തന്നതാണ്, വാൽമീകിയിൽ നിന്ന് നമുക്ക് ലഭ്യമായതാണ്. മറ്റേത് രാമായണം എടുത്താലും ആ രാമായണങ്ങൾക്കൊക്കെ ഒരു വിശേഷണമുണ്ട്. അതാണ് അധ്യാത്മം എന്നുള്ളത്. നിങ്ങൾക്ക് അധ്യാത്മമാണോ ആവശ്യം എങ്കിൽ വാൽമീകി രാമായണത്തെ 6-1 ചുരുക്കി മനോഹരമായി നമ്മുടെ മുന്നിൽ തന്ന അധ്യാത്മ രാമായണത്തെ മലയാള ഭാഷയിലേക്ക് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതി തന്ന കിളിപ്പാട്ടിലേക്കുമൊക്കെ നമുക്ക് തീർച്ചയായും യാത്ര ചെയ്യാം. പക്ഷേ ധർമ്മമൂർത്തിയായ ശ്രീരാമഭദ്രൻ്റെ ജീവചരിത്രം പരിപൂർണമായും നമുക്കറിയണമെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു ഗ്രന്ഥം വാൽമീകി മാമുനി നമുക്ക് സമ്മാനിച്ചിട്ടുള്ള വാൽമീകി രാമായണമാണ്. ഈ ഒരു ഉറപ്പോടുകൂടി വേണം നാം രാമനെ മനസ്സിലാക്കാൻ. ഞാനിത് പറയാനുള്ള കാരണം, ശ്രീരാമൻ ധർമ്മമൂർത്തിയാണ് എന്ന് നാം പറയുന്ന സമയം നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലും ഉടനെ ചില ചോദ്യങ്ങൾ ഉയരും. രാമൻ എങ്ങനെയാണ് ധർമ്മമൂർത്തിയാകുന്നത്? രാമൻ ധർമ്മത്തിന് വിരുദ്ധമായ ചില പ്രവർത്തികളെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. അതേത് എന്ന് ചോദിച്ചാൽ ഉടനെ മറുപടി പറയുന്ന ഒന്ന്, ശൂർപ്പണഖ എന്ന് പറയുന്ന ഒരമ്മയുടെ മൂക്കും മുലയും ഛേദിച്ചിട്ടുണ്ടല്ലോ രാമൻ്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ. ഒരു സ്ത്രീയോട് ഒരിക്കലും ചെയ്യരുതാത്ത ഒരു അനീതി രാമൻ ചെയ്തില്ലേ എന്ന് നമ്മുടെ മനസ്സിലൊരു സംശയം വന്നാൽ തീർച്ചയായും നാം വായിച്ച ഗ്രന്ഥം കിളിപ്പാട്ടാണെന്ന് ഉറപ്പാണ്. അധ്യാത്മരാമായണം മൂലം നാം വായിച്ചിട്ടില്ല എന്നുറപ്പ്, വാൽമീകി രാമായണവും നാം ശ്രദ്ധിച്ചിട്ടില്ല എന്നുറപ്പ്. കാരണം അത് രണ്ടും നോക്കിയിരുന്നുവെങ്കിൽ അതിൽ കർണനാസാദികൾ എന്ന് നമ്മുടെ ആചാര്യന്മാർ സുവ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. അതിൽ മൂക്കും ചെവിയുമാണ് അരിഞ്ഞത് എന്ന് എഴുതിയിട്ടുണ്ട്. കിളിപ്പാട്ട് മാത്രം പരിചയമുണ്ട് എങ്കിൽ അതിലെഴുതപ്പെട്ട വാക്കാണ് മൂക്കും മുലയും എന്നുള്ളത്. എഴുത്തച്ഛൻ എഴുതുമോ? ഒരിക്കലും എഴുതില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ കിളിപ്പാട്ടിൽ അങ്ങനെ ഒരു വാക്ക് വന്നത്? വൃത്തഭംഗം വരാതെ ചില കടന്നുകയറ്റം നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നടന്ന ഒരു വലിയ കാലം നമുക്കറിയാം. അത്തരമൊരു കാലത്ത് ബോധപൂർവം കർണം എന്ന വാക്കിന് 2 അക്ഷരമേ ഉള്ളൂ, മുല എന്ന വാക്കിനും 2 അക്ഷരമേ ഉള്ളൂ. വൃത്തഭംഗം വരാതെ തന്നെ ആ വരിയിൽ ഇഷ്ടമുള്ളത് എഴുതി ചേർത്താൽ ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്ന ധർമ്മമൂർത്തിക്ക് കാലങ്ങളോളം രാമനെതിരെ ഒരു ഒളിയം പെയ്യാൻ നമ്മുടെ കയ്യിൽ ഒന്ന് തന്നുകൊണ്ട് ഇന്നും സുഗമമായി സുന്ദരമായി ഉള്ളിൽ ചിരിക്കുന്ന ഒരു സമൂഹവും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് വാൽമീകി രാമായണത്തിൽ ഒരിടത്തും, അധ്യാത്മരാമായണം മൂലത്തിൽ ഒരിടത്തും മൂക്കും മുലയും അരിഞ്ഞിട്ടില്ല, മൂക്കും ചെവിയും അരിഞ്ഞിട്ടുണ്ട്. ഈ വിവരം ശൂർപ്പണഖ രാമനെക്കുറിച്ച് രാവണനോട് പറയുന്ന സമയത്ത് പറയുന്നുണ്ട്. രാമൻ ഒരിക്കലും ഒരു സ്ത്രീയോട് മോശം ചെയ്യില്ല. സ്ത്രീവധം ശങ്കമാനേന രാമേന വിധിതാത്മന. രാമൻ സ്ത്രീവധം ചെയ്യാത്തവനാണ്, സ്ത്രീകളോട് മോശം ചെയ്യാത്തവനാണ്. അതുകൊണ്ട് രാമൻ ഞാൻ ചെയ്ത പ്രവർത്തിക്ക് ചെറിയ ശിക്ഷ എനിക്ക് തന്നു, അതെൻ്റെ മൂക്കും ചെവിയും അരിഞ്ഞു കളഞ്ഞതാണ്. ഇവിടെയാണ് നാം പേർത്തും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ പഠിപ്പിച്ചു വെച്ചതും രാമചരിതത്തിൽ രാമൻ്റെ ജീവിതത്തിൽ ഉള്ളതും തമ്മിൽ വലിയ കുറേ അധികം വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് എവിടെയാണോ നമുക്ക് രാമായണത്തെക്കുറിച്ച് സംശയം വരുന്നത് അവിടവിടങ്ങളിൽ നമ്മൾ അപ്പോൾ യാത്ര ചെയ്യണം വാൽമീകി മാമുനിയുടെ ആശ്രമത്തിണ്ണയിലേക്ക്.
ത്രേതായുഗത്തിൽ മാമുനി എങ്ങനെയാണോ സാക്ഷാൽ ശ്രീരാമഭദ്രൻ എന്ന തൻ്റെ അരുമസന്താനത്തിന് ജീവൻ കൊടുത്തത്, ആ അരുമസന്താനത്തിന് ജീവൻ കൊടുത്ത ആ ആശ്രമത്തിലേക്ക്, കോലായിലേക്ക് കയറിയിരുന്ന് ത്രേതായുഗത്തെ കലിയുഗത്തിൽ പുനഃസൃഷ്ടിച്ച് നമുക്ക് ആദികവിയുടെ ആദർശപുരുഷനായ ശ്രീരാമഭദ്രനെ കുറിച്ച് അറിയണം, പഠിക്കണം. അതിന് വാൽമീകി രാമായണമാണ് നമ്മുടെ മുമ്പിലുള്ള ഒന്നാമത്തെ അവസരം. എങ്ങനെയാണ് നമുക്ക് രാമൻ മാതൃകാ വ്യക്തിത്വമാകുന്നത്? അതറിയാൻ നമ്മൾ ഇന്നത്തെ വിഷയത്തെ ഒന്ന് ആഴത്തിൽ ചിന്തിക്കണം. ആ വിഷയം സാധാരണയായി ജനിച്ച ഒരു കുഞ്ഞ് എങ്ങനെയാണ് ഒരു ബാലകരാമനായി മാറുന്നത്? രാമൻ ഉണ്ടായതല്ല, രാമനെ ഉണ്ടാക്കിയതാണ്. ഒരു ബോധപൂർവ പരിശ്രമമുണ്ട് രാമൻ എന്ന് പറയുന്ന പരിപൂർണ വ്യക്തിത്വത്തെ ഉണ്ടാക്കുന്നത്. അതറിയാൻ വേണ്ടി മാത്രം ഒരു 40-45 മിനിറ്റ് സമയം എല്ലാവരുടെയും ഒരു ശ്രദ്ധ ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഗ്രന്ഥങ്ങൾക്കും ഒരു പൊതു സ്വഭാവമുള്ളത് ആ ഗ്രന്ഥങ്ങൾ ചോദ്യോത്തരങ്ങളാണ്. ഒരു ഗുരുനാഥൻ്റെ മുന്നിൽ ഒരു ശിഷ്യൻ തൻ്റെ ഉള്ളിലുള്ള ജിജ്ഞാസയെ ശമിപ്പിക്കുവാനായി ഒരു ചോദ്യം ചോദിക്കും. ഗുരുനാഥൻ ആ ശിഷ്യനെ അളന്നു മനസ്സിലാക്കി അടുത്ത ഒരു ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഉത്തരം പറയും. സ്വാഭാവികമായും ആ ഉത്തരത്തിൽ നിന്ന് അടുത്ത ചോദ്യമുണ്ടാക്കും. ഇങ്ങനെ ചോദ്യങ്ങൾ നിരവധി ശിഷ്യനിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന ഗുരുനാഥൻ സമാപനത്തിൽ തൻ്റെ ശിഷ്യൻ്റെ സംശയങ്ങളെല്ലാം തീർത്ത് സംശയങ്ങളകന്നകന്ന് മനസ്സ് നിർമ്മലമാകുന്ന സമയത്ത് ആ ഗ്രന്ഥം അവസാനിക്കും. ഇങ്ങനെയാണ് നമ്മുടെ സനാതന സംസ്കൃതിയിലെ സർവ്വഗ്രന്ഥങ്ങളും. ഉപനിഷത്തെടുക്കൂ, പ്രശ്നം, കേനം, കഠം ഏതെടുത്താലും ചോദ്യാവലികളാണ്. ചോദ്യം ചോദിക്കുന്നതാരാ? അധ്യാപകനല്ല, ശിഷ്യനാണ്, വിദ്യാർത്ഥിയാണ്. ഉത്തരം പറയുന്നതാരാ? വിദ്യാർത്ഥിയല്ല, ഉത്തരം പറയുന്നത് ഗുരുനാഥനാണ്. ഗുരുനാഥനാണ് ഉത്തരം പറയുക, ചോദ്യം ചോദിക്കുന്നത് വിദ്യാർത്ഥിയാണ്. ഇവിടുത്തെ വിദ്യാർത്ഥി, ശിഷ്യൻ വാൽമീകിയാണ്. ഗുരുനാഥൻ ആരാണ്? സാക്ഷാൽ നാരദനാണ്. നാരദൻ സർവ അറിവിൻ്റെയും നിറകുടമാണ്. ഈ ലോകത്തിൻ്റെ മുക്കും മൂലയും തൻ്റെ കൈവെള്ളയിലെ വരകൾ പോലെ മനഃപ്പാഠമാക്കിയ വ്യക്തിയാണ്. സകലകലാ വല്ലഭനാണ്. പഠിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, പഠിപ്പിക്കാനും അറിയുന്നവനാണ്. വാഗ്വിതാംബരനാണ്, വാക്യവിശാരദനാണ്, വാക്യകോവിദനാണ്, തപസ്വാധ്യായ നിരതനാണ്. ഇങ്ങനെ നിരവധി തരത്തിലുള്ള ഗുണഗണങ്ങളാണ് നാരദൻ എന്ന് പറയുന്നത്. ആ നാരദനോട് ചോദിച്ചു. ചോദിക്കാൻ ഒരു കാരണമുണ്ടാവണമല്ലോ. ആ കാരണം ഇത്രയേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന സമൂഹത്തിൽ എല്ലാവർക്കും മാതൃകയാക്കി വെക്കാൻ പറ്റിയ ഒരു വ്യക്തിയെ കാണാനില്ല. ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൻ്റെ മുന്നോട്ട് പോക്കിൽ ഒരു തടസ്സം നേരിടുമ്പോൾ ആരെ മുൻനിർത്തി വേണം അവർ മുന്നോട്ട് പോകാൻ? അങ്ങനെ സജ്ജനങ്ങൾക്ക് ലോകത്തിന് ഉപകാരമുണ്ടാകുന്ന തരത്തിൽ ഒരു പ്രേരണാസ്രോതസ്സായൊരു വ്യക്തിത്വമുണ്ടോ? എല്ലാവർക്കും അനുകരിക്കാൻ പറ്റിയൊരു വ്യക്തിയുണ്ടോ? ഇതായിരുന്നു സത്യത്തിൽ ചോദ്യം. വാൽമീകിയുടെ മനസ്സിൽ വന്ന ചോദ്യവും അതായിരുന്നു. കാരണം താൻ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഈ പോക്കാണ് പോകുന്നതെങ്കിൽ സമൂഹം നശിച്ചു പോകും. ഒരു നല്ല വ്യക്തിയെ കാണാനില്ല, സർവർക്കും അനുകരിക്കാൻ പറ്റിയൊരു വ്യക്തിയില്ല. ആ ഒരു മനോവേദനയോടുകൂടി ഋഷിയായ കവിയും ഋഷിയും ഒന്നാണ്, രണ്ടല്ല. ഒരു കവി സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് എപ്പോഴും കാവ്യങ്ങൾ രചിക്കുക. സമൂഹത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ മൂല്യശോഷണം ഒരു സമൂഹത്തിൽ വന്നാൽ കവി ഹൃദയം വിഷമിക്കും. ഉടനെ അതിന് പരിഹാരമായി കവി കാവ്യം ചമയ്ക്കും, രചിക്കും. വളരുന്ന തലമുറയ്ക്ക് മുന്നോട്ടു പോകാൻ വേണ്ട എല്ലാവിധത്തിലുമുള്ള പ്രേരണകളും ആ കവിതയിലൂടെ, വാക്കുകളിലൂടെ സമൂഹത്തെ പ്രേരിപ്പിക്കും. ആ ഒരു പ്രശ്നമുണ്ടായിരുന്നു വാൽമീകിയുടെ മനസ്സിലും. ഒരു സർവാവയവ സമ്പന്നനായ സർവമൂല്യങ്ങളുമുള്ള ഒരു വ്യക്തിയെ കാണാനില്ല. അതുകൊണ്ട് തൻ്റെ ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം സുവ്യക്തമാണ്. ഇന്ന് ലോകത്ത്
സർവർക്കും അനുകരിക്കാൻ പറ്റിയ ഒരു വ്യക്തിയുണ്ടോ? ആ വ്യക്തി ഏതെങ്കിലും ഒരു ദേവലോകത്തുള്ള ഒരാളെ കുറിച്ചല്ല ചോദ്യം, ഇന്ദ്രനെയോ ചന്ദ്രനെയോ ഒന്നുമല്ല ചോദ്യം. ഒരു ഗൃഹസ്ഥനായിരിക്കണം ആ വ്യക്തി. കാരണം നരന്മാർക്ക് ഒരു വ്യക്തിയെ പിൻപറ്റി പോകണമെങ്കിൽ ഗൃഹസ്ഥാചരണത്തിൻ്റെ സർവ്വ ബുദ്ധിമുട്ടും അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാകണം. അദ്ദേഹം ഒരു തപസ്വിയല്ല. തപസ്വിയാണെങ്കിൽ താപസന്മാർക്ക് മാത്രമേ പ്രേരണ കൊടുക്കാൻ പറ്റൂ. അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ടാകണം, എന്നാലേ വിവാഹം കഴിച്ചവർക്ക് അദ്ദേഹത്തിൻ്റെ പിന്നിലൂടെ യാത്ര ചെയ്യാൻ പറ്റൂ. അദ്ദേഹത്തിന് ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടായിരിക്കണം, മാനങ്ങൾ ഉണ്ടായിരിക്കണം, അപമാനങ്ങൾ ഉണ്ടായിരിക്കണം, സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരിക്കണം, ദുരിതങ്ങൾ ഉണ്ടായിരിക്കണം. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹം എങ്ങനെ മുന്നോട്ട് പോയി? എന്നാലല്ലേ നരന് അതുകൊണ്ട് ഗുണമുള്ളൂ. സമൂഹത്തിന് ഗുണം വേണമെങ്കിൽ സമൂഹത്തിന് മാതൃകയായൊരു വ്യക്തി, ഞങ്ങൾക്ക് കയ്യെത്തുന്ന ദൂരത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതുകൊണ്ട് ചോദ്യം ചോദിച്ചു, ഇപ്പോൾ ഈ പാരിലാരാണ് ഗുണവാൻ ആര് വീര്യവാൻ, കൃതജ്ഞൻ ധർമ്മമറിവോൻ, നേരോതുന്നോൻ ദൃഢവ്രതൻ, മര്യാദക്കാരൻ ആരാര്, സർവഭൂതത്തിനും ഹിതൻ, ആർവിദ്വാൻ ത്രാണിയുടയോൻ, ആരൊരാൾ പ്രിയദർശനൻ. ഇതായിരുന്നു വാൽമീകിയുടെ ചോദ്യം. ഈ ചോദ്യം വള്ളത്തോൾ വാൽമീകി രാമായണത്തെ അതേപോലെ തന്നെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത് സുന്ദരമായ ഒരു കൃതി നമുക്ക് തന്നിട്ടുണ്ട്. വാൽമീകി രാമായണത്തിൻ്റെ മലയാളം മൊഴിമാറ്റം ചെയ്തത് മഹാവ്യക്തിത്വമായ വള്ളത്തോൾ നാരായണ മേനോനാണ്. വള്ളത്തോൾ വാൽമീകിയുടെ ചോദ്യത്തെ മലയാളത്തിലേക്ക് ആക്കിയതാണ്. വാൽമീകി ചോദിച്ചത് കോന്നോസ്മിൻ സാമ്പ്രതം ലോകെ ഗുണവാൻ കസ്യ വീര്യവാൻ. ചോദ്യം സുവ്യക്തമാണ്. ധർമ്മജ്ഞനും കൃതജ്ഞനും സത്യവാനും വിദ്വാനും ദൃഢവ്രതനും ജിതക്രോധനും, ഇങ്ങനെയൊക്കെ 15 സദ്ഗുണങ്ങളുള്ളൊരു വ്യക്തിയുണ്ടോ? എന്തുകൊണ്ട് 15 ഗുണം? നമ്മൾ നല്ലപോലെ ആലോചിക്കണം. ഒരു 30, 40, 50 ഒക്കെ ചോദിച്ചുകൂടായിരുന്നോ? വാൽമീകി നോക്കിയത് ഈ 15 ഗുണങ്ങൾക്കാണ് ഇന്ന് ലോപം വന്നിട്ടുള്ളത്. ഈ കാലത്ത് അസ്തമിച്ചു പോകുന്ന ശാശ്വത മൂല്യം ഈ 15 എണ്ണമാണ്. ഈ 15 എണ്ണം ഉണ്ടായാൽ സമൂഹം നന്നാകും. സമൂഹത്തിന് അത്രയേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ധർമ്മം, സത്യം, ഇങ്ങനെയുള്ള ശ്രേഷ്ഠ മൂല്യങ്ങൾ ലോപം സംഭവിച്ചതിന് വീണ്ടും അതിനൊരു പുനർജീവനം കൊടുക്കുവാനായി അതിനു പറ്റിയ ആളുണ്ടോ? അതുകൊണ്ട് 15 എണ്ണം ചോദിച്ചു. നാരദൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, 15 തന്നെ വലിയ കഷ്ടം, ഇതൊക്കെ ഒരുമിച്ചൊരാളിൽ ഉണ്ടാകുക കഷ്ടമാണ്. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, 15 അല്ല 66 സദ്ഗുണമുള്ളൊരു വ്യക്തിയുണ്ട്. അങ്ങനെ ഒരു വ്യക്തി ഈ ലോകത്ത് ഏതോ കാലത്ത് ജീവിച്ചയാളല്ല. അതൊരു ലൈവ് സ്റ്റാറ്റസ് ആണ്. ഇന്നുണ്ട്, ഇതാ ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ നിനക്ക് നോക്കി പഠിക്കാം അദ്ദേഹത്തെ. അങ്ങനെയാണ് ഇക്ഷ്വാകു വംശപ്രഭവോ രാമോ നാമ ജനൈശ്രുത. ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച ദശരഥപുത്രനായ രാമൻ എന്ന ജനങ്ങളാൽ വിളിക്കപ്പെടുന്ന ആ ദാശരഥി രാമന്റെ ജീവചരിത്രം കേട്ടുകൊള്ളൂ എന്ന് പറഞ്ഞ് രാവണവധം കഴിഞ്ഞ് പത്നീ സമേതനായി അയോധ്യയുടെ അധിപനായി ധർമ്മം സംരക്ഷിച്ച് രാമരാജ്യത്തിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് ആ രാജ്യം ഭരിക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ ജീവചരിത്രം പറഞ്ഞു കൊടുത്തു. ഇതാണ് വാൽമീകി രാമായണത്തിൻ്റെ ആരംഭം. ആ രാമൻ സർവധർമ്മത്തിൻ്റെയും സ്വരൂപമാണ്. എങ്ങനെ? ജനിച്ചപ്പോൾ തന്നെ രാമൻ ധർമ്മസ്വരൂപമായതല്ല. രാമനെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒരു തലമുറയെ നാം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, തലമുറ ഉണ്ടാകുകയല്ല ചെയ്യുന്നത്. നമ്മുടെ മനസ്സിൽ രാമനുണ്ട് എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ രാമനെ പുനർജനിപ്പിക്കാൻ നമുക്ക് പറ്റും. നമ്മുടെ മനസ്സിൽ സീത നാരായണി ഉണ്ട് എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നാരായണിയാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. സാധിക്കണമെങ്കിൽ ഒരു നരൻ തൻ്റെ ജീവിതത്തിൽ എങ്ങനെ വളർന്നാലാണ് നാരായണനാകുക? ഒരു നാരി എന്തൊക്കെ ജീവിതത്തിൽ സംരക്ഷിച്ചാലാണ് നാരായണിയായി തീരുക? അതിനു വേണ്ടിയിട്ടാണ് ബാലകരാമനെ വാൽമീകി മഹർഷി ആരംഭത്തിൽ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ബാലകരാമനാണ് ഇന്നത്തെ കാലത്തിൻ്റെ ആവശ്യം. ബാലകരാമൻ സൃഷ്ടിക്കണമെങ്കിൽ നമുക്ക് 2 പേരുടെ ശ്രദ്ധ വേണം. ആ 2 പേർ
തങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഭൗതിക സുഖങ്ങളിൽ ഇനി ജീവിക്കാം, സുഖിക്കാം എന്ന് ദയവ് ചെയ്ത് കരുതരുത്. എവിടെയെങ്കിലും ഒരു 10 മിനിറ്റ് കിട്ടിയാൽ മൊബൈൽ ഫോണിൽ തോണ്ടുന്ന അമ്മ ആ 10 മിനിറ്റ് സമയം കൊണ്ട് എൻ്റെ കുഞ്ഞിനോട് എനിക്കൊരു നല്ല കഥ പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് പുസ്തകങ്ങളെ ആശ്രയിക്കുമെങ്കിൽ നമുക്ക് നല്ല ബാലകരാമന്മാരെ ഉണ്ടാക്കാം. ഭൗതിക സമ്പത്തിനോടൊപ്പം ബൗദ്ധിക സമ്പത്ത് കൂടി നമ്മൾ മക്കൾക്ക് കൊടുക്കണം. ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ട് ബാലകരാമൻ ഉണ്ടാകില്ല. ഭൗതിക സാഹചര്യമല്ല നമുക്ക് ആവശ്യം, ബൗദ്ധികമായ നിലവാരം നമുക്കുണ്ടാക്കണം. അതിന് അമ്മയും അച്ഛനും തയ്യാറുണ്ട് എങ്കിൽ നമുക്കൊരു നല്ല ബാലകരാമനെ ഉണ്ടാക്കാം. എങ്ങനെ? സാധാരണ കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ് രാമന് ജനിച്ചത്. സാധാരണ കുഞ്ഞുങ്ങൾക്ക് വിദ്യാരംഭം എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരുന്നു രാമനും. വിശേഷപ്പെട്ട ഒന്നുമില്ല. കൊട്ടാരത്തിലാണ് തമ്പുരാന്റെ കുഞ്ഞായി ജനിച്ചു എന്നുള്ളത് കൊണ്ട് ആ കൊട്ടാരത്തിന്റെ സുഖശീതളിമയെല്ലാം ഉണ്ട്, അത് സത്യവുമാണ്. എല്ലാം പഠിച്ചു. ഒരു ക്ഷത്രിയൻ വേദം പഠിക്കണം നിർബന്ധമാണ്. രാമൻ വേദം പഠിച്ചു. വേദം പഠിച്ചു എന്ന് പറഞ്ഞാൽ വേദാംഗങ്ങൾ വേറെ പഠിച്ചോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. വേദാംഗങ്ങൾ പഠിച്ചാലേ വേദം പഠിക്കാനുള്ള അനുവാദമുള്ളൂ. വ്യാകരണം പഠിച്ചു രാമൻ. സർവവിദ്യകളിലും ഉത്തമനായി രാമൻ. അന്നത്തെ കാലത്ത് വേഗത്തിലോടുന്ന വാഹനങ്ങളായ കുതിരയും തേരും ആനയും അതെല്ലാം ഓടിക്കാൻ പഠിച്ചു. അതുകൊണ്ട് വാഹനങ്ങളെല്ലാം ഓടിക്കാൻ അറിയാം ആ കുഞ്ഞിന്. അതുകൊണ്ട് തന്നെ രാജ്യകാര്യങ്ങളും ആ കുഞ്ഞിനറിയാം. ചുരുക്കം പറഞ്ഞാൽ ഏതാണ്ട് അന്നത്തെ 13 വയസ്സ്, അത് ഇന്നത്തെ 13 വയസ്സിനോട് ദയവ് ചെയ്ത് ഗണിച്ചു വെക്കരുത്. ഏതായാലും അന്നത്തെ ഒരു പ്രായം, ടീനേജ് ആവുന്നതിന് മുൻപ് ശ്രീരാമഭദ്രൻ സർവവിധത്തിലും സർവ അറിവും നേടി ശസ്ത്രം, അസ്ത്രം, അതിൻ്റെ സാങ്കേതിക ആയിട്ടുള്ള ശാസ്ത്രമെല്ലാം പഠിച്ചു. എല്ലാം കഴിഞ്ഞു 13 വയസ്സാകുന്നു. അച്ഛനായ ദശരഥന് ഒരാഗ്രഹം. രാമൻ താരുണ്യത്തിൻ്റെ തിരുനടയിലെത്തിയല്ലോ. അതുകൊണ്ട് രാമൻ ഒരു പെൺകുട്ടി അന്വേഷിച്ചാലോ? എല്ലാ അച്ഛൻ്റെയും മനസ്സിലുള്ള ആവലാതി ദശരഥന് കുറച്ച് കൂടും. കാരണം ദശരഥന് ഇപ്പോൾ പ്രായം ഏതാണ്ട് ഒരു 73 വയസ്സ് ഒക്കെ ഉണ്ട്. 73 വയസ്സ് മുത്തച്ഛനാകേണ്ട പ്രായത്തിൽ അച്ഛനായി പോയതിൻ്റെ സർവ്വകുഴപ്പവും ഇന്നും ഉണ്ട്, അന്നും ഉണ്ട്. അച്ഛനാകേണ്ട പ്രായത്തിൽ അച്ഛനാകില്ല, മുത്തശ്ശിയാകേണ്ട പ്രായത്തിലായിരിക്കും അമ്മയാവുക. അപ്പൊ പിന്നെ മുത്തശ്ശിയുടെ മനസ്സേ ഉണ്ടാവുള്ളൂ, മാതൃഹൃദയം അസ്തമിക്കും. 73 വയസ്സുള്ള ആ മുത്തച്ഛൻ വയോവൃദ്ധന്റെ മനസ്സിൽ രാമൻ താരുണ്യത്തിന്റെ തിരുനടയിലെത്തിയാൽ ഒരു പെൺകുഞ്ഞിനെ അന്വേഷിക്കണം. രാമൻ എല്ലാം അറിയാം. നോക്കണേ, അച്ഛനമ്മമാരുടെ ഒരു പ്രശ്നമാണ്, എൻ്റെ കുഞ്ഞിപ്പം എല്ലാം തികഞ്ഞു, ഇനി ഒരു വിവാഹം കൂടി കഴിപ്പിച്ചാൽ മതി. എല്ലാം തികഞ്ഞു എന്നതിൻ്റെ അളവുകോൽ എന്താ? നമ്മുടെ അളവുകോല് വെച്ച് ഒരു 15 സെന്റിമീറ്ററിൻ്റെ ഒരു സ്കെയിലേ നമ്മുടെ കയ്യിലുള്ളൂ. ഇത് വെച്ചാണ് നമ്മൾ എല്ലാവരെയും അളക്കുന്നത്. രാമനെ, മക്കളെ, ഭാര്യയെ, ഭർത്താവിനെ എല്ലാം അളന്നു. അങ്ങനെ അളന്നു വെച്ച അച്ഛന് എല്ലാം മനസ്സിലായി രാമനെ വിവാഹം കഴിപ്പിക്കുക. എന്നാൽ രാമനൊരു വലിയ മുഖ്യമായ ധർമ്മമുണ്ട് എന്നറിയുന്ന ഒരു ലോകം വേറെയുണ്ട്. ഒരു ആചാര്യ ശ്രേണി വേറെയുണ്ട്, കാവ്യവസ്ത്രധാരികൾ വേറെയുണ്ട്. അതിൽ പ്രമുഖനാണ് വിശ്വാമിത്രൻ. വിശ്വാമിത്രൻ നാളത്തെ ഭാരതത്തിൻ്റെ സിംഹാസനത്തിലിരുന്ന് ഈ ഭാരതവർഷത്തിൻ്റെ ചെങ്കോൽ പിടിക്കേണ്ടവനാണ് രാമൻ. ഇവിടെ ഏതൊക്കെ മൂല്യങ്ങളാണ് അസ്തമിച്ചത്, ആ മൂല്യങ്ങളെ പുനർജീവിപ്പിക്കേണ്ടവനാണ് രാമൻ. അതുകൊണ്ട് രാമൻ ഇന്നത്തെ വീടിൻ്റെ ഉള്ളിൽ അച്ഛനമ്മമാർ മാത്രം കൊടുക്കുന്ന ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒരു ബാലകരാമനെ ഉണ്ടാക്കാൻ സാധ്യമല്ല. ഏതെങ്കിലും ഒരു ആചാര്യ സവിധത്തിൽ പോയിരുന്ന ജീവിതത്തിൽ ഉണ്ടാകുന്ന സർവ്വ അനുഭവങ്ങളെയും നേരിടാൻ അറിയാതെ കുഞ്ഞിൻ്റെ ഉള്ളിൽ വാസനാരൂപത്തിൽ എന്തൊക്കെ രൂഢമൂലമായിട്ടുണ്ടോ, ഈ രൂഢമൂലമായ വാസനകളെ മൊത്തത്തിൽ വേരോടെ പിഴുതുകളഞ്ഞ് കുറ്റമറ്റ രീതിയിൽ ഏത് പ്രതിബന്ധങ്ങളെയും നേരിടാൻ പറ്റിയ ഒരു രാമനെ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചത് ഭാരതവർഷത്തിലെ കാവ്യവസ്ത്രധാരികളാണ്. അച്ഛനമ്മമാർക്ക് കാണാൻ കഴിയാത്തത് കാണാൻ പറ്റുന്ന ജ്ഞാനക്കണ്ണുള്ള ഋഷി
വിശ്വാമിത്രൻ പ്രതിനിധിയായി വന്നു ചേരുകയാണ്. ഞാൻ ഈ പ്രതിനിധി എന്നത് ബോധപൂർവം പറഞ്ഞതാണ്. ആരണ്യകാന്ഡം വായിച്ചാലേ നമുക്കത് മനസ്സിലാകും. വന്ന് വിശ്വാമിത്രൻ പറഞ്ഞു, രാമനെ യാഗസംരക്ഷണാർത്ഥം ഒരു 10 ദിവസം എൻ്റെ കൂടെ വിടണം. 10 ദിവസം പോയിട്ട് മക്കളെ കാണാതെ 10 മിനിറ്റ് ഇരിക്കാൻ പറ്റാത്തവരാ നമ്മൾ. ഇനിയൊരു 4GB ഒക്കെ റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിയുന്നത് വരെ നമുക്ക് പ്രശ്നമുണ്ടാവില്ല. പക്ഷെ അതൊക്കെ കഴിയില്ലേ? കറണ്ട് പോകില്ലേ? മൊബൈലിലെ ചാർജ് കഴിഞ്ഞാൽ മക്കൾ എവിടെ? ഈ ഒരു പ്രശ്നം നമുക്കുള്ളതുപോലെ തന്നെ ദശരഥന് തൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ താൻ കൊണ്ടു നടക്കുന്ന തൻ്റെ കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ദശരഥനൊരു അഫർമേഷൻ ഉണ്ട്, മന്ത്രമുണ്ട്. ആ മന്ത്രം നമുക്കുമുണ്ട്. ദശരഥന്റെ മന്ത്രം ഇതാണ്: രാമൻ വേർപ്പെട്ടാൽ ഞാൻ മരിക്കും. എന്താ മന്ത്രം? രാമൻ പോയാൽ ഞാൻ മരിക്കും. രാമനെ പിരിഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കില്ല. രാമനാണ് എൻ്റെ എല്ലാം. ഇതാണ് ദശരഥന്റെ എല്ലാ ദിവസത്തെയും നാമജപം. നമ്മളും നാമം ജപിക്കേണ്ട എല്ലാ ദിവസവും നമ്മൾ പറയുന്നുണ്ട്, അവൻ മണ്ടനാണ്, അവൾ മണ്ടിയാണ്, ഒന്നിനും കൊള്ളില്ല. ഇങ്ങനെയൊക്കെ അവർ കേൾക്കലേ നമ്മൾ മന്ത്രം ചൊല്ലുന്നത് പോലെ ദശരഥന്റെ മന്ത്രവും രാമൻ പോയാൽ ഞാൻ മരിക്കുമെന്നതാണ്. അത് സത്യവുമായി രാമൻ പോയ ആദ്യത്തെ രാത്രി മരിക്കുകയും ചെയ്തു. അത് വനവാസ സമയത്താണ്. മന്ത്രം ജപിച്ചാൽ സിദ്ധി ഉണ്ടാകുന്ന നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. രാമായണത്തിൽ ഉടനീളം മന്ത്രം ചൊല്ലി സിദ്ധി സമ്പാദിച്ച ഒരാളാണ് ദശരഥൻ. രാമൻ പോയി, ദശരഥൻ മരിച്ചു. അതുകൊണ്ട് മക്കളെ വേർപെട്ട് കരയും ഞാൻ, മക്കളെ വേർപെട്ട് ഇരിക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ ലോകത്തിൽ ആദ്യത്തെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചത് ദശരഥനാണ്. പുത്രദുഃഖമാണ് കാരണം. സൂക്ഷിച്ചു വെച്ചോളൂ മനസ്സിൽ. ഏതായാലും 10 ദിവസത്തെ ട്രെയിനിങ്ങിന് അച്ഛൻ വിടാൻ തയ്യാറല്ല. പക്ഷെ ഗുരുനാഥനായ വസിഷ്ഠന്റെ നിർദ്ദേശപ്രകാരം അച്ഛന്, നല്ല ബുദ്ധനായ അച്ഛൻ മകനെ പറഞ്ഞു വിടുകയാണ്. ഇനി നോക്കൂ, ഒരു സാധാരണ കുഞ്ഞ് അച്ഛനമ്മമാരുടെ പരിലാളനകളേറ്റ് ആ കൊട്ടാരത്തിന്റെ സുഖശീതളിമയിൽ ജീവിച്ച കുഞ്ഞാണ് രാമൻ. പുറം ലോകം കണ്ടിട്ടില്ല, മനസ്സിലാക്കൂ. മാത്രമല്ല, വീട് വിട്ട് ഇതുവരെ താമസിക്കേണ്ടി വന്നിട്ടില്ല ആ കുഞ്ഞിന്. കൊടുങ്കാടൊക്കെ കണ്ടിട്ട് പോലുമില്ല. ചിലപ്പോൾ നായാട്ടിന് പോയിട്ടുണ്ടാകാം. അച്ഛനും അമ്മയും എന്നും കൂടെയുണ്ട്. ജീവിതത്തിൽ ആദ്യമായി 13 വയസ്സുള്ള രാമനും ലക്ഷ്മണനും വീട് വിട്ട് തനിക്ക് ഒരു പരിചയവുമില്ലാത്ത ഒരു ആചാര്യന്റെ കൂടെ പോവുകയാണ്. നമ്മളെ രംഗം ഒന്ന് ഓർത്തു വെക്കണം. ഇപ്പൊ പോകുന്നത് അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഉള്ള രാമനാണ്. സർട്ടിഫിക്കറ്റുകൾ ധാരാളമുണ്ട് രാമന്റെ കയ്യിൽ. ആ രാമനെ വിശ്വാമിത്രൻ ചെയ്ത ഒന്നാമത്തെ പ്രവൃത്തി നാം മറക്കരുത്. എങ്ങനെ ഒരു ബാലകരാമൻ സൃഷ്ടിക്കപ്പെടും? അതിൻ്റെ ഒന്നാമത്തെ ട്രെയിനിങ് ആണ് നടത്തിക്കൊണ്ടുപോയി എന്നുള്ളത്. കൊട്ടാരത്തിലെ തമ്പുരാന്റെ കുഞ്ഞുങ്ങൾക്ക് ധാരാളം വാഹനമില്ലേ അവിടെ? നമ്മുടെ വീട്ടിലൊക്കെ എത്ര വാഹനമാണ്? ഒരു 500 മീറ്റർ നടക്കാൻ പറ്റാത്തത് കൊണ്ട് ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി പോലും നമ്മൾ വാഹനം ഉപയോഗിക്കും. നടക്കാൻ നമുക്കറിയില്ല, മണ്ണിലൊന്ന് ഓടാൻ നമുക്കറിയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ നഗ്നപാദം മണൽത്തരികളിൽ ഏൽക്കുമ്പോൾ മണൽത്തരികൾക്കൊരു പുളകം കൊള്ളുന്നതും നമുക്ക് പ്രശ്നമല്ല. നമ്മൾ നടത്തിക്കില്ല മക്കളെ. പക്ഷെ വിശ്വാമിത്രൻ നടത്തിക്കൊണ്ടുപോയി എന്നത് നാം മറക്കരുത്. സരയൂ വരെ നടത്തി. വെയിൽ കൊണ്ട് വാടിത്തളർന്ന് വിശർപ്പ് എല്ലാം കൊണ്ടും കഷ്ടപ്പെട്ടു രാമൻ. ഇതെല്ലാം വിശ്വാമിത്രൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ രാമന്റെ മുഖം എപ്പോഴും മന്ദഹാസമാണ്. ഏത് വിഷമസന്ധികളെയും നേരിടാൻ രാമൻ തയ്യാറാണ്. എങ്ങനെ ബാലകരാമൻ ഉണ്ടാകും? ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ ജീവിക്കുവാൻ സ്വയം തൻ്റെ മനസ്സിനെ തയ്യാറെടുപ്പിക്കാൻ രാമന് കിട്ടിയ ആദ്യത്തെ ട്രെയിനിങ് ആണ് നടക്കുക. നടന്നു. സന്ധ്യാസമയമായപ്പോൾ സരയൂ നദിയുടെ മണൽത്തിട്ടയിലെത്തി. ഇന്ന് രാത്രി ഇവിടെ താമസിക്കാം രാമ എന്ന് പറഞ്ഞു. രാമന് യാതൊരു ഭാവവ്യത്യാസമില്ല. രാമൻ കിടക്കാൻ തയ്യാറാണ്. എവിടെ കിടക്കും? നടന്ന് വിയർത്ത് വിഷമിച്ചു വന്ന കുഞ്ഞിൻ്റെ ക്ഷീണമകറ്റിക്കളയാൻ വേണ്ടി മാമുനി പറയുന്നുണ്ട്, സരയൂവിലെ ആ പുണ്യമായ വെള്ളമെടുത്ത് മുഖവും കയ്യും കാലുമൊക്കെ കഴുകി ആചമനം ചെയ്ത് വരൂ രാമ. നിനക്ക് ഞാൻ സമൃദ്ധമായൊരു വിദ്യ പറഞ്ഞു തരാം. ആ വിദ്യയാണ് ബല അതിബല. നമ്മൾ
പാവം പിടിച്ച് ഗ്രാമീണരായതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ബലയും അതിബലയും വിശപ്പും ദാഹവും മാറാനുള്ളൊരു വിദ്യ മാത്രമാണ്. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ബലയെയും അതിബലയെയും കുറിച്ച് ഒരു ധാരണയുണ്ടോ? ആ ധാരണ നമുക്ക് വേണം. ആ ധാരണ സർവമന്ത്രങ്ങളുടെയും മാതൃരൂപമാണ് ബലയും അതിബലയും. ഇത് ഗായത്രി പോലെ ഒരു മന്ത്രത്തിൻ്റെ പേരാണ്. ബല അതിബല 12 സദ്ഗുണങ്ങൾ വാൽമീകി പറഞ്ഞിട്ടുണ്ട്. 12 സദ്ഗുണങ്ങളാണ് ബലയും അതിബലയും. ഈ ബലയും അതിബലയും രാമന് പകർന്നു കൊടുക്കുകയാണ് മന്ത്രരൂപത്തിൽ. ഈ പ്രപഞ്ചത്തിലെ സൂക്ഷ്മമായ ദേവതാശക്തികളെ മുഴുവൻ സ്വയം ആവാഹിച്ച് മന്ത്രമാക്കി രാമന് കൊടുത്തു. രാമനോട് പറഞ്ഞു, രാമ, ഈ മന്ത്രം ചൊല്ലി 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 കുഞ്ഞെ നീ സിദ്ധി സമ്പാദിക്കൂ. തീർച്ചയായും രാമനെ കൊണ്ട് മണിക്കൂറുകളോളം ജപിപ്പിച്ചിട്ടുണ്ടാകണം വിശ്വാമിത്രൻ. നമുക്കൊരു മിനിറ്റ് ഇരുന്ന് നാമം ചൊല്ലാൻ പറ്റില്ല. പക്ഷേ രാമൻ്റെ അനുഗ്രഹവും വേണം, ബാലകരാമനുമാകണം. രണ്ടും കൂടി നടക്കില്ല. മണിക്കൂറുകളോളം നടന്ന് ക്ഷീണിച്ച കുഞ്ഞിനെ കൊണ്ട് ബലയും അതിബലയും ഇരുത്തി ചൊല്ലിച്ച് അതിൽ സിദ്ധി നേടിക്കഴിഞ്ഞപ്പോൾ കഴിക്കാൻ കാട്ടിൽ നിന്ന് ശേഖരിച്ച ഫലമൂലങ്ങളുടെ ആവശ്യം ഇനിയില്ല. കാരണം വിശപ്പും ദാഹവും ഇല്ലാതിരിക്കുവാനുള്ള മന്ത്രമാണിത്. നമുക്കൊക്കെ വിശപ്പില്ലെങ്കിൽ പ്രശ്നമാണ്. ഈ മന്ത്രം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. കാരണം വിശപ്പില്ലെങ്കിൽ പിറ്റേ ദിവസം ഡോക്ടറെ കാണാൻ പോകുന്നവരാ നമ്മൾ. എങ്ങനെയെങ്കിലും 2 ഗുളിക കഴിച്ച് വിശപ്പ് വന്ന് ആ വിശപ്പ് അധികമാണ് ഡോക്ടറെ എന്ന് പറഞ്ഞ് 2ാമത്തെ ദിവസം വീണ്ടും പോയി അത് കുറയ്ക്കാൻ അടുത്ത മരുന്നും കഴിച്ചാലേ നമുക്ക് സമാധാനമുള്ളൂ. അതുകൊണ്ട് ബലയും അതിബലയൊന്നും നമുക്ക് ആവശ്യമില്ല. വിശപ്പ് കുറഞ്ഞാൽ വിഷമമുള്ള നമുക്ക് അത് ചിന്തിക്കാൻ തന്നെ പറ്റില്ല. കാരണം ആകെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചൊരു സംസ്കാരം കടത്തീറ്റയാണ്. കടത്തീറ്റ പഠിപ്പിച്ചവരാണ് നമ്മൾ. കുഞ്ഞുങ്ങൾ രാവിലെ തന്നെ ജനിച്ചപ്പോൾ തന്നെ പേഴ്സും എടുത്ത് കടയിൽ പോയി കഴിച്ചവരെല്ലാം നമ്മൾ പഠിപ്പിച്ച കടത്തീറ്റ നമ്മൾ പഠിപ്പിച്ചു. മറ്റൊന്നും പഠിപ്പിക്കാൻ പലതും നമ്മൾ മറന്നുപോയി. ഇവിടെ രാമന് ബലയും അതിബലയും കൊടുത്ത് രാമനോട് കിടന്നോളം പറഞ്ഞു. എവിടെ? കൊട്ടാരത്തിൽ നിന്ന് പട്ടുമെത്തയൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. പുഴമണലിൽ കിടത്തി ഉറക്കാൻ തീരുമാനിച്ചു പൂർവകാലത്തിലെ ക്ഷത്രിയ രാജാവായ വിശ്വാമിത്രൻ. അപ്പൊ വിശ്വാമിത്രന്റെ മനസ്സിലൊരു വിഷമം, തമ്പുരാന്റെ കുഞ്ഞല്ലേ, അതുകൊണ്ട് വെറും മണലിൽ കിടക്കണ്ട, തൃണം പുല്ല് വെട്ടിയെടുത്തൊരു തൃണതൽപ്പമുണ്ടാക്കി പുല്ലുകൊണ്ടൊരു കിടക്കയുണ്ടാക്കി കിടന്നോളം പറഞ്ഞു. രാമലക്ഷ്മണന്മാരുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസമില്ല, സുഖമായി കിടന്നു. ഇനി നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ചൊന്ന് ഓർക്കൂ. വേണ്ട, ഇന്നിനെ മക്കൾ നമ്മളെ കുറിച്ചൊന്ന് ഓർക്കൂ. ഒരു പുൽപ്പായയിൽ ഇന്ന് രാത്രി കിടക്കൂ എന്ന് പറഞ്ഞാൽ മുഖം മാറും നമ്മുടെ. എൻ്റെ ബെഡിൽ മറ്റൊരാൾക്ക് കൊടുക്കാൻ നമുക്കിഷ്ടമല്ല. നമ്മുടെ മക്കൾ കറണ്ടൊന്ന് പോയാൽ അവർ അസ്വസ്ഥരാകും. കുറച്ചു കഴിഞ്ഞാൽ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദികളുമാകും. ലോകത്തിൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും ജീവിക്കാനുള്ള മനസ്സ് രാമനിൽ ഉണ്ടാക്കിയെടുക്കുന്ന ട്രെയിനിങ് ആണ് മുത്തച്ഛനായ വിശ്വാമിത്രൻ ചെയ്തത്. രാമ കിടന്നോളൂ, ഒരു പ്രശ്നവുമില്ല. രാമൻ സുഖമായി കിടന്നു. രാവിലെ വിശ്വാമിത്രന്റെ മധുരാം വാണിയുണ്ട്. രാമായണം മൊത്തം മധുരാം വാണിയാണ്. കൂജന്തം രാമരാമേതി മധുരം മധുര. ഈ മധുരമാണ് രാമായണം മൊത്തം. അതുകൊണ്ട് മധുരാം വാണിയോടുകൂടി രാമനെ വിളിച്ചുണർത്തി, കൗസല്യ സുപ്രജ രാമ പൂർവാസന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂലം കർത്തവ്യം ദൈവമാന്യകം. ഇത് വാൽമീകി രാമായണമാണ്, അല്ലാണ്ട് വെങ്കടേശ്വര സുപ്രഭാതമല്ല. വാൽമീകി രാമായണത്തിൽ വാൽമീകി മാമുനി എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ രാവിലെ വിളിച്ചുണർത്തേണ്ടതെന്നും അവരുടെ കർത്തവ്യത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അച്ഛനമ്മമാർക്ക് നൽകിയ സൂചനാരൂപത്തിലുള്ള ജീവിതക്രമമാണ് കൗസല്യ സുപ്രജ. കൗസല്യയുടെ സുപ്രജ, നല്ല പുത്രനായ രാമ പൂർവാസന്ധ്യയായി, പൂർവത്തിലെ 1ാമത്തെ സന്ധ്യാസമയമായി. ഉത്തിഷ്ഠ, എഴുന്നേൽക്കു കുഞ്ഞെ. കർത്തവ്യം, എന്തിനാ എഴുന്നേൽക്കുന്നേ? രാവിലെ എന്തിനാണ് നമ്മുടെ മക്കളെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നേ? സൂര്യനോടൊപ്പം ഉണരുക എന്നതാണ് സനാതന സംസ്കൃതി. പ്രകൃതിയെ കോവിലായി കണ്ട കാലമാണ് രാമകാലം. രാമന്റെ രാജ്യത്ത് പ്രകൃതിയാണ് കോവിൽ, സൂര്യനാണ് നമ്മുടെ പ്രത്യക്ഷ ഈശ്വരൻ.
സൂര്യൻ വരുന്നതിന് മുൻപേ ഉണർന്നെഴുന്നേറ്റ സൂര്യനെ സ്വീകരിച്ച പാരമ്പര്യമാണ് സനാതനം. ഈ സനാതന മൂല്യമാണ് രാമനോട് പറയുന്നത്. രാമ, അതുകൊണ്ട് പൂർവാസന്ധിയായി എഴുന്നേൽക്കൂ. എന്തിന്? ആ വാക്കാണ് അവസാനത്തെ വാക്ക്, ദൈവമാന്യകം. രാമ, ദേവകാര്യം ചെയ്യുവാനായിട്ട് എഴുന്നേൽക്കൂ എൻ്റെ കുഞ്ഞേ. ദേവകാര്യം ചെയ്യാനാണ് രാവിലെ കുഞ്ഞുങ്ങളെ വിളിച്ചുണർത്തുന്നത്. ഈ ബോധ്യം അമ്മയുടെ മനസ്സിലുണ്ടോ? മനസ്സിലുണ്ടാകണമെങ്കിൽ അമ്മയ്ക്ക് ബോധം വേണ്ടേ? അമ്മ ഉണരണ്ടേ? മക്കൾ ഉണരുന്നതിന് മുൻപേ ഉണർന്നെഴുന്നേറ്റ് സാക്ഷാ ശ്രീവിദ്യയായി സുസ്മേരവദനയായി പൂപ്പുഞ്ചിരി തൂകി മധുരകരമായ വാക്കുകൾ കൊണ്ട് കുഞ്ഞുങ്ങൾ കേൾക്കലെ ജപിച്ച് ജപിച്ച് മക്കളുടെ ഉള്ളിൽ നല്ലത് കേൾപ്പിച്ച അമ്മ രാവിലെ മക്കളെ വിളിച്ചുണർത്തിയിട്ട് പറയുന്നു, ദൈവമാന്യകം, ദേവകാര്യം ചെയ്യൂ കുഞ്ഞേ എന്ന്. ശ്രീരാമഭദ്രന്റെ ജീവിതത്തിൽ ഒരു വലിയ മൂല്യമുണ്ടാക്കുകയാണ്. രാമ, ദേവബലം നീ വർദ്ധിപ്പിക്കണം. രാമ, ലോകത്തിൽ നിനക്ക് വിജയിക്കണമെങ്കിൽ ദേവബലത്തെ വർദ്ധിപ്പിക്കുവാനുള്ള പരിശ്രമം ചെയ്യൂ. അതിന് നാമജപം മുടക്കരുത് രാമ. ജീവിതത്തിൽ ഒരു രാമനെ ഉണ്ടാക്കുകയാണ്, രാമന്റെ ഉള്ളിൽ ദേവബലം വർദ്ധിപ്പിക്കുകയാണ്. ബലയും അതിബലയും കൊടുത്ത് ജപിപ്പിച്ച അതേ മാമുനി എല്ലാ ദിവസവും ദേവകാര്യം ചെയ്യാൻ രാമനെ പ്രചോദിപ്പിച്ചുകൊണ്ട് വീണ്ടും ഇരുത്തി രാമനെ കൊണ്ട് ജപിപ്പിക്കുന്നു. എന്തിനാ രാമനെ കൊണ്ട് ജപിപ്പിച്ചത്? ഒറ്റ കാര്യമേ ഉള്ളൂ, മനുഷ്യബലത്തെക്കാൾ വലുതാണ് ദേവബലം എന്ന് രാമനെ ഉറപ്പിക്കുകയാണ്. മാത്രമല്ല, ഏതൊരു കുഞ്ഞിൻ്റെ ഉള്ളിലും ദേവബലം വർദ്ധിപ്പിക്കുക, അതിനുള്ള എന്തൊക്കെ പരിശ്രമം ചെയ്യാൻ പറ്റുമോ ഇത്രേ അച്ഛനമ്മമാർക്ക് ധർമ്മമുള്ളൂ. ദേവകാര്യം കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ പ്രതിദിനം അവർ ചെയ്യണം. അതിനാ രാവിലെ കുഞ്ഞുങ്ങളെ വിളിച്ചുണർത്തുന്നത്. പല കുഞ്ഞുങ്ങളും ചോദിക്കണത്, രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് എന്തിനാ? അപ്പോഴ അച്ഛനമ്മ ആലോചിക്കുക, എന്തിനാ നിങ്ങൾ കിടന്ന പിള്ളേരെ? ഇത് പറയുന്ന നമ്മുടെ മനസ്സിലുണ്ടോ നമ്മുടെ മക്കൾക്ക് ദേവബലം ഉണ്ടാകണമെന്ന്? ആ ദേവബലം വർദ്ധിപ്പിച്ച് രാമനെ ഉണർത്തി വീണ്ടും നടന്നു. പിറ്റേ ദിവസം ഒരു രാത്രി കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം പോയ ഇടം നാം മറക്കരുത്. രണ്ടാമത്തെ ദിവസം പോയ ഇടം കാമാശ്രമമാണ്. ഒന്ന് ആലോചിക്കണേ, സിദ്ധാശ്രമത്തിൽ നടക്കുന്ന 6 ദിവസത്തെ യാഗം സംരക്ഷിക്കുവാൻ വേണ്ടി എത്ര വഴികളുണ്ട് അങ്ങോട്ട്. എന്തിനാണ് ഈ കൗമാരക്കാരനെ, രാമന്റെ പ്രായം 13 ആണെങ്കിൽ ഇന്നത്തെ 13ആയ കൗമാരക്കാരനെ എന്തിനാ ഈ കാമാശ്രമത്തിലൊക്കെ കൊണ്ടുപോണത്? മാമുനിയുടെ മനസ്സ്, അച്ഛനും അമ്മയും ശ്രദ്ധിക്കണം. എന്താണ് നമ്മുടെ നാട്ടിലെ ഈ കൗമാര വിദ്യാഭ്യാസം? കൗമാര വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ ഉള്ളിൽ? നമ്മളെല്ലാവരും കൗമാരക്കാരെ നന്നാക്കാൻ പോവാണ്. കൗമാര വിദ്യാഭ്യാസം കാണണമെങ്കിൽ ഇതാ രാമന് കൗമാര വിദ്യാഭ്യാസം കൊടുക്കാൻ പോവാണ്. ഈ കാമാശ്രമവാസം ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ മറ്റൊന്നുകൂടി മനസ്സിലാക്കണം. അമ്മയ്ക്കും അച്ഛനും ഒരു സ്വഭാവമുണ്ട്. ദശരഥൻ, നിങ്ങൾ വാൽമീകി രാമായണം വായിച്ചാൽ ഒരു സർഗം മൊത്തം ദശരഥനെ കുറിച്ചാണ്. എത്ര കേമനാന്നറിയോ ദശരഥൻ. ദേവേന്ദ്രൻ ദേവലോകം ഭരിക്കുന്നത് പോലെ ഭരിക്കുന്നവനാണ്. ധനം, ധാന്യം, ഖജനാവ് നിറച്ചാണ്. രാജ്യത്ത് ജനങ്ങൾക്ക് സുരക്ഷയുണ്ട്. ധർമ്മമാണ് ഭരണത്തിന്റെ അടിസ്ഥാനം. കൃഷിയിടങ്ങളിൽ കാട്ടുമൃഗങ്ങൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന രീതിയില്ല. വിളകളെല്ലാം കൃത്യമായി വിളകൾ കിട്ടുന്നു, 100 മേനി കൊയ്യുന്നു. മൊത്തത്തിൽ സർവരും സന്തോഷത്തോടെ ജീവിക്കുവാൻ ഒരു നല്ല ഭരണാധികാരി എങ്ങനെയാണോ അങ്ങനെയാണ് ദശരഥൻ. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. രാജാവ് എന്ന നിലയിലും അത് പ്രശ്നമാണ്, അച്ഛൻ എന്ന നിലയിലും അത് പ്രശ്നമാണ്. ദശരഥന് അനിയന്ത്രിതമായ കാമാസക്തിയുണ്ട് എന്ന് നാം മറക്കരുത്. ദശരഥന് നിയന്ത്രിക്കാൻ പറ്റാത്ത കാമാസക്തിയുണ്ട്. അദ്ദേഹം ജിതേന്ദ്രിയനല്ല. അദ്ദേഹത്തിന് ഒരിക്കലും തൻ്റെ ഇന്ദ്രിയങ്ങളെ വിജയിപ്പിക്കുവാൻ പറ്റുന്നില്ല. അത് പറ്റാത്തത് കൊണ്ടാണ് അയോധ്യാകാന്ഡത്തിൽ വാൽമീകി മാമുനി വിശ്വാമിത്രന്
ദശരഥൻ ഒരു വിശേഷണം കൊടുക്കുന്നുണ്ട്, വൃദ്ധകാമുകൻ. വൃദ്ധകാമുകൻ യോജിക്കാത്തൊരു വാക്കാണ്. പക്ഷെ ദശരഥന്റെ 85-ാമത്തെ വയസ്സിലും തൻ്റെ സൗന്ദര്യവതിയായ കൈകേയിയുടെ അന്തഃപുരത്തിലേക്ക് ആ വൃദ്ധകാമുകൻ ഓടിച്ചെല്ലുന്ന രംഗം വാൽമീകി വർണ്ണിക്കുന്നുണ്ട്. അച്ഛൻ നല്ലയാളാണ്, അച്ഛൻ കോടി സമ്പത്തുണ്ടാക്കിയ ആളാണ്, അച്ഛൻ നല്ല അഡ്മിനിസ്ട്രേറ്ററാണ്, അച്ഛൻ എല്ലാ ലോകത്തെ സർവരെയും ശബ്ദം കൊണ്ടിരുത്തുന്നവനാണ്. പക്ഷെ അച്ഛന് ഈ ഒരു ചെറിയ പ്രശ്നമുണ്ട് എങ്കിൽ തീർച്ചയായും അത് കുഞ്ഞുങ്ങളെയും ബാധിക്കും. കാരണം അച്ഛനാണ് മക്കളായി പുനർജനിക്കുന്നത്. അച്ഛൻ്റെ പുനർജനനമാണ് സത്യത്തിൽ മക്കൾ. അതുകൊണ്ടാണല്ലോ അച്ഛൻ സ്രവിച്ചതാണല്ലോ അമ്മ പ്രസവിക്കുന്നത്. സ്വാഭാവികമായും അച്ഛനല്ലേ പുനർജനിക്കുന്നത്. അച്ഛനെ പുനർജനിപ്പിക്കുന്നവൾ ആയതുകൊണ്ടാണല്ലോ ഒരു സ്ത്രീയെ ജായ എന്ന് വിളിച്ചത്. ജായ എന്ന് പറഞ്ഞാൽ ജനിപ്പിക്കുന്നവൾ എന്നാണ് അർത്ഥം. പുരുഷനെ ജനിപ്പിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ജായയും പതിയും ചേരുമ്പോൾ ദമ്പതി എന്നുള്ള വാക്കുണ്ടായത്. ദമ്പതി എന്ന വാക്കിൽ ജായയും പതിയുമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരച്ഛനാണ് മക്കളായി പുനർജനിക്കുന്നത്. അമ്മയും ഉണ്ട് എങ്കിലും അച്ഛന് കുറച്ചൊരു മുഖ്യത്വമുണ്ട്. ആ മുഖ്യത്വമുള്ള ദശരഥന്റെ പുത്രനാ നീ. നാളെ രാജ്യം ഭരിക്കുമ്പോ കാമനകൾക്ക് അടിമപ്പെട്ടവൻ ഒരിക്കൽ പോലും നല്ല രാജാവല്ല. കാമ ക്രോധ ലോപ മോഹമത മാത്സര്യങ്ങളുള്ളവൻ ഭരണത്തിന്റെ അടുത്ത് പോലും പോകരുത്. 20 തരം ആളുകളെ ഭരണകാര്യത്തിൽ നിന്ന് അകറ്റി നിർത്തണമെന്ന് അയോധ്യകാണ്ഡത്തിലെ 100-ാം സർഗത്തിൽ രാമൻ ഭരതനോട് പറയുന്നുണ്ട്. ഇത്തരക്കാരെ സൂക്ഷിക്കണം. കാരണം അവർ രാജ്യം നശിപ്പിക്കും, ഭരണം നശിപ്പിക്കും, പ്രജകളെ വിഷമിപ്പിക്കും അവർ. അതുകൊണ്ട് അച്ഛൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ലാഞ്ചന രാമനിൽ അടിത്തട്ടിലുണ്ടെങ്കിൽ അതുകൂടി മാറ്റിയെടുത്ത് നാളത്തെ ഭാരതവർഷത്തിൻ്റെ ചെങ്കോൽ പിടിക്കേണ്ട ഒരു രാജാവിനെ ഉണ്ടാക്കാനുള്ള ഋഷി പദ്ധതിയുടെ ഭാഗമായി കാമാശ്രമത്തിൽ കൊണ്ടുപോയി. എന്തിന് കാമാശ്രമത്തിൽ കൊണ്ടുപോയി? ചെന്ന ഉടനെ രാമൻ ചോദിക്കുന്നുണ്ട്. രാമൻ ജിജ്ഞാസുവാണ്. എത്ര ചോദ്യങ്ങളാണ് രാമൻ്റെ എന്നറിയോ? മാമുനെ, എങ്ങനെയാണ് ഈ പേര് കിട്ടിയത്? അംഗരാജ്യം എന്നിതിനെ പറയുന്നു, കാമാശ്രമം എന്ന് ഈ ആശ്രമത്തെ പറയുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? അപ്പൊ മാമുനി പറഞ്ഞു കൊടുത്തു, രാമ, ഇവിടെയാണ് സാക്ഷാൽ പരമശിവൻ ഇന്ദ്രിയ സംയമനം ചെയ്ത് ഏകാഗ്രത ചെയ്ത് തപസ് ദീർഘകാലം പരമശിവൻ തപസ് ചെയ്ത ആശ്രമമാണിത്. സർവ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ഏകാഗ്രചിത്തനായി സാക്ഷാൽ പരമശിവൻ തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സാക്ഷാൽ കാമദേവൻ, ആ മന്മഥൻ, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇന്ദ്രിയങ്ങളെ ഉണർത്തുവാൻ വേണ്ടി പരിശ്രമം ചെയ്തു. ക്രോധം വന്ന പരമശിവൻ തൻ്റെ തൃക്കണ്ണ് തുറന്ന് കാമദേവനെ നോക്കിയപ്പോൾ ചാമ്പലായിപ്പോയി കാമദേവൻ. ശരീരം നഷ്ടപ്പെട്ട് അംഗങ്ങളെല്ലാം നശിച്ച് അനങ്കനായി കാമൻ. അതുകൊണ്ട് രാമ, കാമദേവൻ അനങ്കനായ ഈ സ്ഥലത്തിൻ്റെ പേരാണ് അംഗരാജ്യം. അംഗങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ കാമന്. ഇപ്പൊ ശരീരമില്ല കാമന്. പക്ഷേ രാമന് ഈ കാമന് എവിടെയെങ്കിലും ഒരിടത്ത് ഇരിക്കണ്ടേ? രാമ, കാമൻ ശരീരമുള്ളവരുടെ ഉള്ളിൽ കയറിയിരിക്കും. എന്നിട്ട് പറയുകയാണ് രാമ, അപ്പൊ ശരിക്കും കാമം എവിടെയാ? കാമം നമ്മുടെയൊക്കെ ഉള്ളിലാണ്. ലോകത്തിൽ ഒരു വസ്തുവിലും കാമമില്ല. സ്ത്രീയിലില്ല, പുരുഷനിലില്ല, ഏതെങ്കിലും മൊബൈലിലില്ല, ഭക്ഷണത്തിലില്ല, വസ്ത്രത്തിലില്ല. കാമം എന്നത് ഏതെങ്കിലും ചില വസ്തുക്കളിലോ വ്യക്തികളിലോ അല്ല. രാമ, കാമം നമ്മുടെ ഉള്ളിലാണ്. ഇതൊന്നുകൂടി മനസ്സിലാക്കാൻ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ സ്ഥിതപ്രജ്ഞ ലക്ഷണം പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു, മനോഗതമാണ് അർജുന കാമങ്ങളെല്ലാം. കാമം എല്ലാവരുടെ ഉള്ളിലും കാമം ഉള്ളിലാണ്. അല്ലാതെ ഒരു സ്ത്രീയിലും കാമമില്ല, പുരുഷനിലുമില്ല. എനിക്കൊരാളെ കണ്ടപ്പോൾ ആഗ്രഹം തോന്നി, കാമം തോന്നിയെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള കാമം പുറത്തേക്ക് വന്നതാണ്. കണ്ണാടിയിൽ എങ്ങനെയാണോ ഒരു വെളിച്ചം പ്രതിഫലിച്ച് അത് പുറത്തേക്ക് വരുന്നത്, ഇതുപോലെ എൻ്റെ ഉള്ളിലുള്ള കാമം മറ്റൊരാളെ കണ്ട മാത്രയിൽ അതിൽ സ്പർശിച്ച് പ്രതിഫലിച്ചപ്പോൾ എൻ്റെ ഉള്ളിലാണ് കാമം വന്നത്. അല്ലാതെ ആ വ്യക്തിയിലാണ് കാമമെങ്കിൽ
ആ വ്യക്തിയെ കാണുന്ന സർവർക്കും കാമം തോന്നണം. ചിലർക്കൊക്കെ അവരെ കാണുമ്പോൾ ഉണ്ടല്ലോ, കൈ തരിക്കുകയാണ്, നാവ് തരിക്കുകയാണ് രണ്ട് പറയാൻ. കാമം വ്യക്തിയിലാണെങ്കിൽ ആ വ്യക്തിയെ കാണുന്ന സർവർക്കും കാമം തോന്നണം. എന്തേ എല്ലാവർക്കും തോന്നാത്തത്? അതിൻ്റെ കാരണം കാമം എന്നത് മനോഗതമാണ്. നമ്മുടെ ഉള്ളിൽ മാത്രമേ കാമമുള്ളൂ. നമ്മുടെ ഉള്ളിലുള്ള കാമമാണ് നമ്മൾ മറ്റു പലതിലും കാണുന്നത്. അല്ലാതെ ഒരു പുരുഷനിലും കാമമില്ല, ഒരു സ്ത്രീയിലുമില്ല, ഒരു വസ്തുവിലുമില്ല. വസ്തുനിഷ്ഠമല്ല കാമം, അത് മനസ്സ് നമ്മുടെ ഉള്ളിലാണ്. രാമനെ ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് ജിതേന്ദ്രിയനായി നാളത്തെ രാജ്യം ഭരിക്കുമ്പോൾ നീ മനസ്സിൻ്റെ അടിത്തട്ടിൽ പോലും കാമവാസനയുണ്ടാകരുത് രാമ. ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത മഹാത്മാവിന് മാത്രമേ ഭരണം നടത്താൻ പറ്റൂ. സാധുവായിരിക്കണം. സാധു എന്ന് പറഞ്ഞാൽ മലയാളിയുടെ സാധു അല്ല കേട്ടോ. ദയവ് ചെയ്ത് മലയാളത്തിൽ സാധു എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളില്ലാത്തൊരു പാവം. സംസ്കൃതത്തിൽ സാധു വിദ്വാനാണ്. ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത സന്യാസിയെ സാധു എന്ന് വിളിക്കും. കാരണം സന്യാസി ഇന്ദ്രിയ നിഗ്രഹം ചെയ്തത് കൊണ്ടാണ്. അതുകൊണ്ട് സാധു എന്ന് പറഞ്ഞാൽ ബലവാൻ, കരുത്തൻ എന്നാണ് അർത്ഥം. കരുത്തനാണ്. അതുകൊണ്ടാണ് സന്യാസി സാധുവായത്. ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത വ്യക്തിയെ പറയുന്ന പേരാണ് സാധു. അതാ പറയുന്നത് രാമൻ സാധുവാണ് എന്ന് പറഞ്ഞ രാമൻ പാവം പിടിച്ചോ എന്നല്ല അർത്ഥം. രാമൻ ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവനാണ്. രാമനെ രാമനാക്കാൻ കൗമാര ശിക്ഷണം കൊടുത്ത് അടിത്തട്ടിലുള്ളത് പോലും വേരോടെ പിഴുതു മാറ്റി നിർത്തിയില്ല. ഈ 2 ദിവസത്തെ പ്രശിക്ഷണം കഴിഞ്ഞ് 2ാമത്തെ ദിവസം ആ കാമാശ്രമത്തിലിരുന്ന കാമം എങ്ങനെയൊക്കെയാണ് മനുഷ്യന്റെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് രാമനുള്ള സ്റ്റഡി ക്ലാസ് ഒക്കെ കൊടുത്തു. 3ാമത്തെ ദിവസം അതാണ് താടകാവധം. അന്നത്തെ ക്ഷത്രിയന്മാർക്കിടയിൽ സംഭവിച്ച ചില വൈകല്യങ്ങളുണ്ട്. ക്ഷത്രിയ വംശം ചില സദ്ഗുണ വൈകൃതങ്ങളിൽ പെട്ട് വല്ലാതെ നശിച്ചുപോയ ഒരു കാലമാണ്. അതുകൊണ്ട് ഈ സദ്ഗുണ വൈകൃതം വീരസവർക്കർ മനോഹരമായി ഭാരതത്തിന് ബാധിച്ച മാറാരോഗം പറയുമ്പോൾ സവർക്കർ ഉപയോഗിച്ച വാക്കാണ് സദ്ഗുണ വൈകൃതം. ഒറ്റ നോട്ടത്തിൽ സദ്ഗുണമാണ്. അതിന് നല്ല കഥ പറയുന്നുണ്ട്. ഒരു വലിയ ഏക്കർ കണക്കിന് ഭൂമിയുള്ള ഒരു വലിയ നമ്പൂതിരി തൻ്റെ പറമ്പൊന്ന് കാണാൻ വരികയാണ്. വലിയ കൊടവയറൊക്കെ ഉണ്ട് നമ്പൂതിരിക്ക്. അതുകൊണ്ട് ഓടാൻ പറ്റില്ല. തൻ്റെ പറമ്പിൽ വീഴുന്ന തേങ്ങയും പട്ടയും ഒക്കെ അടുത്തുള്ള വീട്ടുകാരെടുത്തുകൊണ്ടു പോകുന്നു എന്ന വാക്ക് അദ്ദേഹം കേട്ടു. ഇതാരാ എടുക്കുന്നതെന്ന് അറിയണമല്ലോ. അങ്ങനെ അന്വേഷിക്കാൻ അതിൻ്റെ നേതാവായ നമ്പൂതിരി അവിടെ വന്ന് ചുറ്റും നോക്കിയപ്പോൾ അതാ ഒരു 100 മീറ്റർ അപ്പുറത്ത് ഒരു തേങ്ങ വീണു. തേങ്ങ വീണ ശബ്ദം കേട്ടപ്പോൾ എവിടെന്നാന്നറിയില്ല ഒരു ചെറു പയ്യൻ അവൻ ഓടി വന്ന് ഈ തേങ്ങയെടുത്ത് ഓടി. നമ്പൂതിരി വലിയ ശബ്ദത്തിൽ പറഞ്ഞു, നിക്കട അവിടെ എന്ന് പറഞ്ഞു. അവൻ തിരിഞ്ഞു നിന്ന് കൊഞ്ഞനം കുത്തി അവൻ ഓടിപ്പോയി. നമ്പൂതിരിക്ക് മനസ്സിലായി, എൻ്റെ ഈ പ്രകൃതം വെച്ച് എനിക്ക് ഓടി അവനെ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്പൂതിരി പറഞ്ഞു, കൊണ്ടുപൊക്കോട്ടോ, നോം തന്നൂന്ന് അമ്മയോട് പറഞ്ഞോളോ. ഇതിൻ്റെ പേരാ സദ്ഗുണ വൈകൃതം. എന്നെ കൊണ്ട് പറ്റില്ല. അപ്പം ഞാൻ എനിക്ക് തന്നെ ഒരു അലങ്കാരം കൊടുത്തു, എൻ്റെ നല്ല മനസ്സ്. ഈ നല്ല മനസ്സാണ് ഇന്ന് ഹിന്ദുക്കൾ കൊണ്ട് നടക്കുന്ന ഈ സദ്ഗുണ വൈകൃതമാണ്. നമുക്കൊന്നിനോടും പ്രതികരിക്കാൻ പറ്റില്ല, അറിയില്ല. ഭയം, ഉള്ളിൻ്റെ ഉള്ളിൽ ഭയം ജനിച്ച് ഭയപ്പാടോടുകൂടി ജീവിച്ചപ്പോൾ നമ്മൾ നമുക്കിട്ടൊരു പേരാണ് മതേതരവാദികൾ. ഇപ്പം നമ്മളാണ് ഇതൊക്കെ സംരക്ഷിക്കേണ്ടത്. നമുക്ക് സത്യത്തിൽ പേടിയാണ്. ഭയമുള്ളത് കൊണ്ട് ഒന്നിനോടും ഞാൻ അങ്ങനെ മിണ്ടിയാൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. ഈ സദ്ഗുണ വൈകൃതം ക്ഷത്രിയ വംശത്തെ കാർന്ന് തിന്ന സമയമാണ് രാമന്റെ കാലം. അതുകൊണ്ട് രാമന്റെ ഉള്ളിലുള്ള ആ ദൗർബല്യത്തെ മാറ്റി കണ്ടകിയായ ആ ദുർവൃത്തയെ, കരാള ഭാവമുള്ള ആ രാക്ഷസിയെ, നക്തഞ്ചരിയെ കൊല്ലണം രാമ. സ്ത്രീയാണെന്ന് വിചാരിച്ച് കൊല്ലാൻ നീ മടിച്ചു നിൽക്കരുത് എന്ന് താടകാചരിതം പറഞ്ഞു കൊടുക്കുകയാണ്. 2-3 സർഗമാണ്. സുനന്ദൻ എന്ന ഭർത്താവും മാരീചൻ എന്ന മകനും എല്ലാ ചരിതവും പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, രാമ ഏതായാലും നീ സ്ത്രീയാണെന്ന് വിചാരിച്ച് കൊല്ലാതെ നിൽക്കരുത്, കൊല്ലണം. എല്ലാം കേട്ടെങ്കിലും ഒരു സഞ്ചിത സ്വഭാവം എല്ലാവർക്കും ഉണ്ടല്ലോ.
താടക ഉഗ്രരൂപിണി 1000 ആനകളുടെ ശക്തിയോടുകൂടി ആ ഭയങ്കരി അട്ടഹസിച്ച് അണ്ടകടാഹങ്ങളെ വിറപ്പിച്ചുകൊണ്ട് അവൾ അങ്ങനെ ഓടി വരുമ്പോൾ ആ ഭയാനക രൂപം കണ്ടപ്പോൾ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, പാവം പിടിച്ച സ്ത്രീയല്ലേ, കൊല്ലണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം, മൂക്കും ചെവിയും അരിഞ്ഞു കളയാം. ഇവിടെയുണ്ടൊരു മൂക്കും ചെവിയും കേട്ടോ. ഈ രാമന്റെ സ്ട്രാറ്റജിയാണ്. കാരണം മനുഷ്യന്റെ ശരീരത്തിൽ ഒരു ഇന്ദ്രിയവും മുറിച്ചു കളയാനുള്ളതല്ല. ഒന്നും എടുത്തു കളയരുതേ. പലരും പറയും എടുത്തു കളയരുത്. ശരീരത്തിന് തന്നെ അറിയാം ഇതൊക്കെ ശരിയാക്കാൻ. നമ്മൾ ശരീരത്തിനൊരു അവസരം കൊടുക്കും. ആരെങ്കിലും പറയുമ്പോഴേക്കും സ്വന്തം ശരീരാവയവങ്ങളെ നമ്മൾ എടുത്തു കളയരുത്. രാമന്റെ സ്ട്രാറ്റജിയിൽ കാലരിഞ്ഞു കളഞ്ഞാൽ നടക്കാൻ പറ്റില്ല എന്ന് രാമൻ അറിയാം. ആ അവയവത്തിന്റെ ധർമ്മം നഷ്ടപ്പെടും. കൈ അരിഞ്ഞു കളഞ്ഞാൽ എടുക്കാൻ പറ്റില്ല എന്ന് രാമൻ അറിയാം. ആ അവയവത്തിന്റെ ധർമ്മം നഷ്ടപ്പെടും. കണ്ണ് കളഞ്ഞാൽ കാണാൻ പറ്റില്ലെന്ന് രാമൻ അറിയാം. ആ അവയവത്തിന്റെ ധർമ്മം നഷ്ടപ്പെടും. പക്ഷെ ഏത് രണ്ടും അരിഞ്ഞു മാറ്റുന്നതിലൂടെ ആ അവയവത്തിന്റെ ധർമ്മം നഷ്ടപ്പെടുന്നില്ലയോ, അതാണ് മൂക്കും ചെവിയും. മൂക്കരിഞ്ഞു കളഞ്ഞാലും ശ്വസിക്കാം, ചെവി അരിഞ്ഞു കളഞ്ഞാലും കേൾക്കാം. അതുകൊണ്ട് രാമൻ മൂക്കും ചെവിയും അരിയാം സ്ത്രീയെ എന്ന് പറഞ്ഞാൽ സ്ത്രീയെ വധിക്കാൻ പാടില്ല എന്നും, അവളെ എന്തെങ്കിലും അവൾ വലിയ കുറ്റം ചെയ്താൽ മൂക്കും ചെവിയും അരിഞ്ഞു കളഞ്ഞാൽ മതി, ഈ വൈകല്യം എന്നും നിലനിൽക്കും. അന്ന് ഹെൽമറ്റും ഇല്ല, പിന്നെ മറ്റേ സാധനമൊക്കെ ഉണ്ടല്ലോ, അന്ന് ഇല്ലാത്തത് കൊണ്ട് അത് മറ്റുള്ളവർ കാണില്ലേ. അപ്പോൾ മൂക്കും ചെവിയും ഇല്ലാത്ത ഈ താടകയും ശൂർപ്പണഖയും വരുമ്പോൾ നമ്മൾ ചോദിക്കും, അല്ല ശൂർപ്പണഖ, ഇതെന്തു പറ്റി, മൂക്കും ചെവിയും കാണാനില്ലല്ലോ? അതെ, വേണ്ടാത്തൊരു കാര്യത്തിന് പോയതാ, അപ്പോൾ കിട്ടേണ്ടത് കിട്ടി എനിക്ക്, നിങ്ങളാരും പോവരുത് കേട്ടോ എന്ന് സമൂഹത്തെ ബോധിപ്പിക്കാൻ രാമന്റെ സ്ട്രാറ്റജിയാണ് മൂക്കും ചെവിയും. താടകയെയും രാമൻ ഇത് തന്നെയാ പറയുന്നത്, മൂക്കും ചെവി അരിഞ്ഞു കളയാം. ഇത് കേട്ടപ്പോൾ അത്ര നേരം ഈ യജ്ഞത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ഉഗ്രരൂപിണിയായി ഗ്രാമങ്ങളെ നശിപ്പിച്ച് നരകതുല്യമാക്കി തീർത്ത ഈ കരാളനിയായ ദുർവൃത്തയായ ഈ രാക്ഷസിയെ വധിക്കാൻ 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമല്ല, 4 പ്രാവശ്യം തുടർച്ചയായി ചെയ്യൂ രാമ എന്ന് പറഞ്ഞിട്ടും രാമൻ ചെയ്തില്ല. രാമന്റെ ഉള്ളിൽ രൂഢമൂലമായി സഞ്ചിത ആ വാസനയുണ്ടല്ലോ, വാസനാബലം, ഇത് മനസ്സിലാക്കിയ വിശ്വാമിത്രൻ, ഒരു വിഷമവുമില്ലല്ലോ വിശ്വാമിത്രന്. നമ്മളൊക്കെയാണെങ്കിൽ 1 പ്രാവശ്യം പറഞ്ഞ് കേട്ടില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും, 2ാമത് പറഞ്ഞ് കേട്ടില്ലെങ്കിൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടില്ല. രാമന്റെ ഉള്ളിൽ, നമ്മുടെ മക്കളുടെ ഉള്ളിൽ വന്നു ചേർന്ന ഈ അലസതയാകുന്ന മഹാരിപുവിനെ വേരോടെ പിഴുതുമാറ്റാൻ ചിലപ്പോൾ 10, 20, 30 പ്രാവശ്യം ക്ഷമയോടുകൂടി മക്കളോട് നമ്മൾ സംവദിക്കണം. അതിനുള്ള ക്ഷമ നമുക്കുണ്ടോ? മക്കളെക്കാളും വലിയ ദേഷ്യം അമ്മയ്ക്ക്. മക്കൾ കുട്ടികളാണ്, വിചാരശീലരല്ല, അവരെന്തെങ്കിലുമൊക്കെ പറയട്ടെന്ന്. പക്ഷെ അമ്മയായ ഞാൻ ഒരു ഉപേക്ഷയും കൂടാതെ, നിരാശയില്ലാതെ, ക്ഷമയോടുകൂടി മക്കളെ ആ സ്വഭാവത്തിൽ ഉറപ്പിക്കുന്നത് വരെ ഞാൻ അതിൽ നിന്ന് പിന്മാറില്ല. അതാ വിശ്വാമിത്രൻ രാമന്റെ ഉള്ളിൽ രൂഢമൂലമാക്കാൻ വീണ്ടും രാമന്റെ ചെവിയിൽ അന്ന് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞ ആ വാണിയുണ്ടല്ലോ, അതുപോലെ രാമനോട് പറഞ്ഞു, രാമ, അന്തി മുറുകും മുമ്പ്, രാത്രിയാകും മുമ്പ് ഈ കരാള ഭാവമുള്ള ഇവളെ കൊന്നൊടുക്കൂ, ഇല്ലെങ്കിൽ ഇനി അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ വാക്ക് ചെവിയിൽ പതിച്ച സമയം രാമൻ തൻ്റെ കോദണ്ഡത്തിൽ ആ സായകം ചേർത്ത് വെച്ച് അകർണാന്തം വലിച്ച് ആ വിശാലമായ വക്ഷസിലേക്ക് രാമന്റെ ശരം എയ്ത് ആ താടകാവധം കഴിഞ്ഞു. വലിയ സന്തോഷമായി വിശ്വാമിത്രന്. സത്യത്തിൽ ഈ താടകാവധം ശ്രീരാമചന്ദ്രന്റെ ജീവിതത്തിലെ ഒരു ആനുവൽ എക്സാമാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഈ ആനുവൽ എക്സാമിൽ രാമൻ വിജയിച്ചാൽ മാരീചനെയും സുബാഹുവിനെയും പോലെയുള്ള ലോക ക്രൂര കർമാക്കളെ വധിക്കണമെങ്കിൽ ഇടയ്ക്ക് വഴിയിൽ വെച്ച് കണ്ട ഈ ദുർവൃത്തയെ വധിച്ചില്ലെങ്കിൽ രാമൻ അത് സാധിക്കില്ല. നാളെ ഇതിലും വലിയ രാക്ഷസ പരീക്ഷകളെ നേരിടുമ്പോൾ രാമൻ അറച്ചു നിൽക്കും, ഭയന്നു പോകും. അത് പാടില്ല. നേരിടാൻ രാമനെ പ്രാപ്തമാക്കി കഴിഞ്ഞ് അന്ന് രാത്രി വീണ്ടും താടക ജീവിച്ച ആ ഉഗ്രകാട്ടിൽ ജീവിച്ചു. പിറ്റേ ദിവസം രാവിലെ രാമന് 55 അസ്ത്രങ്ങളാണ് വിശ്വാമിത്രൻ സമ്മാനിക്കുന്നത്. 55 എണ്ണം. ഞാൻ ആദ്യം പറഞ്ഞൊരു വാക്ക് മറക്കരുത്. എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നാണ് അച്ഛനമ്മമാർ വിചാരിച്ചത്.
പക്ഷേ ഈ 55 അസ്ത്രവും അന്നത്തെ കാലത്തെ യോദ്ധാക്കൾക്ക് കിട്ടാത്ത ഒന്നായിരുന്നു. ഈ 55 അസ്ത്രവും രാമന് പുതുതായി കിട്ടിയതായിരുന്നു. അതായത് രാമൻ തൻ്റെ ജീവിതത്തിൽ അപ്ഡേറ്റ് ചെയ്യാണ്. ഈ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ കാലത്തും മാറുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഞാൻ എന്നെ പാകപ്പെടുത്തണമെന്നും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച അറിവിനേക്കാളും ഞാൻ ഉയരത്തിൽ വീണ്ടും ചിതലരിക്കുന്നത് പോലെ ഞാൻ പഠിക്കണമെന്നും ആ പഠിപ്പിൽ നിന്ന് മാത്രമേ ഈ ലോകത്തെനിക്ക് ജീവിക്കാൻ സാധിക്കൂ. രാമൻ 55 അസ്ത്രങ്ങൾ അന്നത്തെ കാലത്ത് ലോകത്തിൽ ഒരാൾക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത ആ വിദ്യകളെല്ലാം രാമൻ കരസ്ഥമാക്കി. ഇപ്പോൾ രാമൻ സർവശാസ്ത്രങ്ങളുടെയും അസ്ത്രങ്ങളുടെയും പ്രാവീണ്യമുള്ള വ്യക്തിത്വമായി. പോരാ, ഇതൊക്കെ കിട്ടി, വീണ്ടും മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ ഈ വിറകും കെട്ട് പോലെ കുറെ അമ്പുകൾ ഇങ്ങനെ കെട്ടി രാമന്റെ തലയിൽ വെച്ച് കൊടുത്തു എന്നൊന്നും വിചാരിക്കരുത്. കാരണം നമ്മൾ ഈ രാമായണമൊക്കെ പഠിക്കണത് ഈ ബാലരമയും പൂമ്പാറ്റിയും ബാലമംഗളവും സീരിയലും ഒക്കെ കണ്ടിട്ടാണ്. അതുകൊണ്ട് അസ്ത്രം എന്ന് പറഞ്ഞാൽ എല്ലാം മന്ത്രരൂപത്തിലാണ്, മന്ത്രമാണ്. ഈ പ്രകൃതിയിൽ ധാരാളം സൂക്ഷ്മശക്തികളുണ്ട്. ഈ സൂക്ഷ്മശക്തികൾ, പ്രകൃതിയിൽ ഇരിക്കുന്ന സൂക്ഷ്മശക്തികളെ എൻ്റെ ഒരാവശ്യത്തിന് വേണ്ടി ആ മന്ത്രം ചൊല്ലി സിദ്ധി സമ്പാദിച്ച ഞാൻ ആ മന്ത്രം ചൊല്ലുമ്പോൾ ആ ദേവത എന്നിൽ പ്രസാദിക്കുമ്പോൾ അത് അസ്ത്രമായോ ഏത് ഭാവത്തിലും ആ ദേവത എന്നിൽ പ്രത്യക്ഷപ്പെട്ട് എനിക്ക് വേണ്ടി കർമ്മം ചെയ്യാൻ ഈ പ്രപഞ്ചം തയ്യാറാണ്. പക്ഷേ ഈ സൂക്ഷ്മശക്തികളെ നാം കൂടുതൽ പ്രസാദിപ്പിക്കുവാനുള്ള ദേവബലം നമ്മൾ ചെയ്യുന്നുണ്ടോ? ഒരു ഹിന്ദു സമൂഹത്തിനാകെ പ്രശ്നം, നമ്മൾ ദേവബലം കൈവിട്ട് കളയും. നാമജപം നമ്മൾ നിർത്തി. നമ്മുടെ ഉള്ളിലുള്ള ദേവശക്തിയെ വർദ്ധിപ്പിക്കുവാൻ ദിവസത്തിൽ 1-2 മണിക്കൂർ മാറ്റിവെച്ചേ പറ്റൂ. 8 മണിക്കൂർ മൊബൈൽ ഫോൺ നോക്കുന്ന നമുക്ക് 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ ഇരുന്ന് സ്വന്തം ദേവബലത്തെ വർദ്ധിപ്പിക്കുവാൻ അച്ഛനമ്മമാർ തുനിഞ്ഞ് തയ്യാറായാൽ മക്കൾ അതേ വഴിയെ തന്നെ ചരിക്കും. ദയവ് ചെയ്ത് എങ്ങനെയാണോ ശ്രീരാമചന്ദ്രൻ 55 അസ്ത്രങ്ങളുടെയും മന്ത്രം, ആ മന്ത്രം രാമൻ പഠിച്ച് അതിൽ സിദ്ധി നേടിയപ്പോഴാണ് രാമന്റെ ജിജ്ഞാസ. രാമൻ ചോദിച്ചു, മഹാമുനെ, ഈ 55 അസ്ത്രങ്ങൾക്ക് ഇതിന് എപ്പോഴെങ്കിലും തിരിച്ചെടുക്കേണ്ട സമയം വരില്ലേ? ഇതിന് സംഹരിക്കേണ്ട സമയം വരില്ലേ? അതുകൊണ്ട് അതിൻ്റെ സംഹാര പ്രയോഗങ്ങൾ കൂടി ഞാൻ അറിയണ്ടേ? നോക്കണേ, ഇതാണ് ജിജ്ഞാസു. ഇരുന്ന ഒരു അറിവിൽ അങ്ങ് കിട്ടി അതിലങ്ങ് രമിച്ചാൽ പോരാ, പുതിയ അറിവ് കണ്ടെത്താനുള്ള രാമന്റെ ഈ ജിജ്ഞാസയാണ്. അപ്പോൾ മാമുനി വീണ്ടും 55 അസ്ത്രം വീണ്ടും കൊടുത്തു, 110 കിട്ടിയ ഉടനെ രാമൻ ചെയ്തത് ലോക്കറിൽ കൊണ്ടുവച്ചില്ല. അത് ഉടനെ തൻ്റെ അനുജനായ ലക്ഷ്മണനെ വിളിച്ച് 110 പഠിപ്പിച്ചു. പഠിക്കുക മാത്രമല്ല, ഇൻപുട്ട് മാത്രം പോരാ, കുറച്ച് ഔട്ട്പുട്ടൊക്കെ വേണം. അതുകൊണ്ട് താൻ പഠിച്ച വിദ്യകൾ അത്രയും തൻ്റെ അനുജനെ പഠിപ്പിക്കുക വഴി രാമൻ കൂടുതൽ പഠിക്കുകയാണ്. മകള് 10ാം ക്ലാസ് പാസ്സാവുമ്പോൾ അമ്മയും 10ാം ക്ലാസ് പാസ്സാവുന്നുണ്ട്. കാരണം മക്കളോടൊപ്പമാണ് നമ്മുടെ ഓരോ പ്രവൃത്തിയും. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സമയം ചിലവഴിക്കുന്നത്. എനിക്കൊരു 10 മിനിറ്റ് കിട്ടിയാൽ എൻ്റെ കുഞ്ഞിനെ നാളെ ഏത് കാര്യത്തെ എനിക്ക് പകർന്നു കൊടുക്കാമെന്നാണ് നാം ചിന്തിക്കുക. അല്ലാതെ കുഞ്ഞ് വരുന്നതിന് മുമ്പ് എത്ര റീല് കണ്ടു തീർക്കാം, എത്ര ഷോർട്സ് കണ്ടു തീർക്കാം, എന്തൊക്കെ കണ്ടു തീർക്കാം. അല്ല, എൻ്റെ കുഞ്ഞിനോട് നല്ല സദ്വാക്കുകൾ പറയുവാൻ, എൻ്റെ നാവിൽ സരസ്വതി വിളയാടുവാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ പാകപ്പെടുത്തണം. അരുതാത്തൊരു വാക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് വരില്ല. കാരണം ദേവകാര്യ സമുദ്യതയാണ് അമ്മ ദേവി. അതുകൊണ്ട് ദേവകാര്യം മാത്രമേ നമ്മുടെ നാവിൽ നിന്ന് വരുവുള്ളൂ. കാരണം ആ ദേവകാര്യം നമ്മൾ ചെയ്യണം. അത് ചെയ്ത രാമനെ വീണ്ടും തയ്യാറാക്കി. ഇനി 6 ദിവസം യാഗമാണ്. ഈ 6 ദിവസത്തെ യാഗത്തിൽ മാരീച സുബാഹുക്കളെ മുഴുവൻ രാമൻ കൊന്നൊടുക്കി 10 ദിവസം. ഈ 10 ദിവസത്തിനുള്ളിൽ 2 കാര്യങ്ങൾ കൂടി ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് കേൾക്കണം. ഇവിടെ രാമന് കൊടുത്ത ആ വിദ്യാഭ്യാസത്തെ നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കുക. ആദ്യത്തെ ദിവസം രാമനെയും കൊണ്ടുപോന്ന് 10ാമത്തെ ദിവസം വരെ 10 ദിവസമാണ് ട്രെയിനിങ് പ്രോഗ്രാം. വെറും ഒരു രാമൻ
10 ദിവസം കൊണ്ട് രാമനിൽ വന്ന വ്യതിയാനം നമ്മൾ മനസ്സിലാക്കണം. രാമനിൽ ദേവബലം വർദ്ധിപ്പിക്കാൻ വിവിധങ്ങളായ ഉപാസന പദ്ധതികൾ രാമനിൽ കടത്തിവിട്ട് രാമനെ ജപിപ്പിക്കുകയാണ്. രാമനെ എന്ന് പറഞ്ഞാൽ ലക്ഷ്മണനെയും കൂട്ടി വായിക്കണം. ഈ ജപിച്ച് രാമൻ തൻ്റെ ദേവബലം വർദ്ധിപ്പിച്ചു. ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ ദുർവാസനകളെ മുഴുവൻ വേരോടെ പിഴുതുമാറ്റി, അല്ലാതെ ഇലയോ ഏതെങ്കിലും ഒരു കമ്പോ അല്ല മുറിച്ചു കളഞ്ഞത്, വേരോടെ പിഴുതുമാറ്റുകയാണ്. അങ്ങനെ വന്ന രാമൻ സർവോത്തമനായി മാത്രമല്ല, രാമനെ കൊണ്ട് നടക്കുന്ന ദിവസങ്ങളിൽ അത്രയും മാമുനി ചെയ്ത മറ്റൊരു പ്രവൃത്തിയുണ്ട്. ഗംഗാനദിയെ കണ്ടാൽ ഉടനെ പറയും ഗംഗ അമ്മയാണ് രാമ, വണങ്ങൂ. യമുനാ നദിയെ കാണുമ്പോൾ പറയും യമുന അമ്മയാണ് രാമ, വണങ്ങൂ. സരയുവിനെ കണ്ടാൽ പറയും സരയു അമ്മയാണ്, വണങ്ങൂ രാമ. നദികളെ മുഴുവൻ അമ്മയായി കണ്ട് രാമനിൽ ഈ ദേശത്തിനോടൊരു ഭക്തി വളർത്തുകയാണ്. വിന്ധ്യനെ കണ്ടാൽ, പർവ്വതങ്ങളെ കണ്ടാൽ, ശൃംഗങ്ങളെ കണ്ടാൽ പിതൃഭാവമാണ്. അതുകൊണ്ട് ഓരോ പർവ്വതങ്ങളും അച്ഛനാണ്. ആ പിതൃഭാവത്തിൽ വണങ്ങൂ രാമ. ഈ പ്രകൃതിയിലെ ചെടികളും പൂക്കളും പുൽകളും മരങ്ങളും വൃക്ഷങ്ങളും എല്ലാം അടങ്ങുന്ന ഈ നാടിനെ കുറിച്ച് രാമനിൽ ഈ ദേശത്തിൻ്റെ ചരിതം പറഞ്ഞുകൊടുത്ത് രാമനിൽ ദേശഭക്തി ഉണ്ടാക്കുകയാണ്. മാത്രമല്ല, സ്വന്തം പൂർവികന്മാരായിട്ടുള്ളവരുടെ ചരിതം പറഞ്ഞു കൊടുത്തു. അംശുമാന്റെ ചരിതം പറഞ്ഞു, സകരന്റെ ചരിതം പറഞ്ഞു, ത്രിശങ്കുവിൻ്റെ ചരിതം പറഞ്ഞു കൊടുത്തു, ഭഗീരഥന്റെ ചരിതം പറഞ്ഞു കൊടുത്തു, സുമതി മഹാരാജാവിൻ്റെ ചരിതം പറഞ്ഞു കൊടുത്തു. തൻ്റെ പൂർവ്വ പ്രപിതാക്കളെക്കുറിച്ച്, പൂർവികരെക്കുറിച്ച് രാമനിൽ അഭിമാനമുണ്ടാക്കി. എൻ്റെ പൂർവികന്മാരെല്ലാം കേമന്മാരായിരുന്നു, അവരെല്ലാവരും ജീവിച്ചത് ഈ ലോകത്തിന് വേണ്ടിയിട്ടാണ്, സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. ആരും സ്വാർത്ഥന്മാരായിരുന്നില്ല, നിസ്വാർത്ഥന്മാരായിരുന്നു, നിസ്വന്മാരായിരുന്നു. ഞാനും അങ്ങനെയാകണമെന്ന് രാമന്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാക്കി. ദേശഭക്തി, സ്വന്തം പാരമ്പര്യത്തിൽ അഭിമാനം, നദികളെ അമ്മയായി കാണുക, ഈ പ്രകൃതിയെ പൂജിക്കുക. രാമന്റെ ഉള്ളിൽ ഏതൊക്കെ സദ്ഗുണങ്ങളാണ് ഒരു വ്യക്തിയെ സമ്പൂർണ്ണ വ്യക്തിത്വമാക്കി മാറ്റുന്നത്, അതിനനുസരിച്ച് മാതാ ഭൂമി പുത്രോഹം പൃഥിവ്യ എന്ന അഥർവ സൂക്തത്തിലെ മന്ത്രം രാമനിലങ്ങ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതെല്ലാം കൂടിച്ചേർന്നപ്പോൾ ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിശ്വംഭരനായി സാക്ഷാൽ രാമൻ മാറിക്കഴിഞ്ഞപ്പോഴാണ് ആ രാമന് തൻ്റെ ഒരു നോട്ടം കൊണ്ട് അഹല്യാദേവിക്ക് പരിഭൂതമായ ഭാവം കൊടുക്കാൻ സാധിച്ചത്. ആ ഭാഗം കൂടി കേൾക്കണം. സമൂഹത്തിൽ ഉന്നത ശ്രേണിയിൽ ഉണ്ടാകുന്ന വ്യക്തികൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു വീഴ്ചയാണ് അഹല്യാചരിതത്തിലൂടെ വിശ്വാമിത്രൻ ഉദ്ദേശിച്ചത്. നമ്മളും അതേ ഉദ്ദേശിക്കേണ്ടു. കാരണം വാൽമീകി രാമായണം വായിക്കുമ്പോൾ തപസ് കൈമുതലായി ദേവയജ്ഞം ചെയ്ത് പോകേണ്ട അമ്മ ദേവയജ്ഞത്തിൽ നിന്ന് മാറിയപ്പോൾ, അമ്മയുടെ മനസ്സിൽ കാമന ഉടലെടുത്തപ്പോൾ, ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരു പ്രതീകം വന്നപ്പോൾ എല്ലാം മറന്ന് ഇന്ദ്രന് പാവിരിച്ചു അഹല്യ. ബോധപൂർവമാണ്, അറിഞ്ഞുകൊണ്ടാണ്. വാൽമീകി രാമായണത്തിൽ അറിഞ്ഞുകൊണ്ടാണ്. വേഷം കെട്ടി വന്നത് മറ്റുള്ളവരെ പറ്റിക്കാനാണ്. അഹല്യയ്ക്കും അറിയാം, ഇന്ദ്രനും അറിയാം, ഞങ്ങൾ രണ്ടുപേർക്കും പരസ്പരം അറിഞ്ഞു ചെയ്തതാണ്. അറിഞ്ഞാണ്, അറിയാതെയല്ല. പിന്നെ കല്ലും ശിലയൊന്നും വാൽമീകി രാമായണത്തിലില്ല. ആകെയുള്ളത് തെറ്റ് ചെയ്തു, ചെയ്ത തെറ്റിനെ മനസ്സിലാക്കി പ്രായശ്ചിത്ത കർമ്മം ചെയ്തതാണ് ജപം 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 ജപം. എന്തൊരു തപസ്സായിരുന്നു! അതുകൊണ്ടാണ് ജ്യോതിർമയിയായ അഗ്നി പോലെയാളുന്ന ആ ജാജുല്യമാനയായ ആ അമ്മയെ നമുക്കൊന്ന് പോയി കാണാം രാമ എന്ന് പറഞ്ഞ് അഹല്യാദേവിയെ കാണാൻ ചെല്ലുന്ന രംഗമുണ്ട് വാൽമീകി രാമായണത്തിൽ. ദീർഘകാലമായി തൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയൊരു മഹാ അപരാധം, ഈ അപരാധത്തെ കൊണ്ടു നടക്കാൻ അഹല്യ ഒരുക്കമില്ലായിരുന്നു. ഭർത്താവ് പറഞ്ഞ വാക്ക് കേട്ട് ജപിച്ച് ജപിച്ച് തൻ്റെ ഇന്ദ്രിയങ്ങളെ ഏകീകരിച്ച് ഇന്നലകളിൽ തനിക്ക് സംഭവിച്ചു പോയ വീഴ്ചകളെ താലോലിക്കാനല്ല, മറിച്ച് അതിൽ നിന്ന് മാറി തപസ്വിനിയായി, ജ്യോതിർമയിയായി, അങ്ങേയറ്റം തപസ് മൂർത്തീകരിച്ച സ്വരൂപത്തെ രാമൻ കാണുന്ന രംഗമുണ്ട്. ആശ്രമത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അങ്ങേറ്റത്ത് അഗ്നിജ്വാല പോലെ ആളുന്ന തേജോരൂപത്തിലുള്ള അമ്മയെ കണ്ടപ്പോൾ രാമൻ
ഓടിച്ചെന്ന് ആ തൃപ്പാദങ്ങളിൽ തൊട്ട് ശിരസിൽ വെക്കുന്ന രംഗമുണ്ട്. ശ്രീരാമചന്ദ്രനാണ് അഹല്യയെ കണ്ടപ്പോൾ ആ പാദം തൊട്ട് വന്ദിച്ച് തപസ് മൂർത്തീകരിച്ച അമ്മയുടെ തൃപ്പാദത്തിൻ്റെ മഹിമ മനസ്സിലാക്കിയ ശ്രീരാമൻ ആ അമ്മയ്ക്ക് മോക്ഷം കൊടുത്തു എന്ന് പറയുന്ന ആ ഭാവത്തിലെത്തിയപ്പോഴേക്കും സീതാ സ്വയംവരത്തിന് തൊട്ടു മുമ്പ് ഈ സർവവിദ്യകളും ജ്ഞാനത്തിൻ്റെയും സർവ ദേവബലത്തിൻ്റെയും സർവശാസ്ത്രങ്ങളുടെയും ഈ പ്രകൃതി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിശ്വംഭര ഭാവമുള്ള ആ കുഞ്ഞിൻ്റെ പേരാണ് ബാലകരാമൻ എന്നുള്ളത്. ലോകത്തിലെ സർവ്വതിനെയും തൻ്റെ ഉള്ളിലേക്ക് സംശീകരിച്ച ദേവഭാവമാണ് ബാലകരാമൻ എന്നുള്ളത്. വിജ്ഞാനത്തിൻ്റെ മറുകര കടന്ന് ഉന്നതമായ ജ്ഞാനത്തെ സ്വീകരിച്ച തേജോമയമായ ആ ജ്ഞാനസ്വരൂപനെ പറയുന്ന പേരാണ് ബാലകരാമൻ എന്നുള്ളത്. സർവവിദ്യകളുടെയും ദേവതാഭാവമായിട്ടാണ് ബാലകരാമൻ വിളയാടുന്നത്. ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് കൗമാര വിദ്യാഭ്യാസം കിട്ടി കാമം എങ്ങനെയൊക്കെയാണ് ഓരോ പ്രായത്തിലും നമ്മുടെ ഉള്ളിൽ കിടന്നീ മതിക്കുന്നതെന്ന് മനസ്സിലാക്കിയ നമ്മൾ ബോധപൂർവം ഒരു ശ്രീരാമഭദ്രനെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത് ആ രാമനാണ് നമ്മുടെ മാതൃകാ പുരുഷൻ എന്ന് നമ്മുടെ മക്കളുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കാൻ അതിന് നമുക്ക് ഈ ശ്രീരാമചന്ദ്രനെ ഭജിച്ചും രാമനെ സ്മരിച്ചും രാമൻ്റെ ചൈതന്യമുള്ള ഓരോ വസ്തുക്കളെയും മനസ്സിലാക്കി ദേവതയായി കണ്ട് ആരാധിച്ച് കോദണ്ഡത്തെ പൂജിച്ച് രാമൻ്റെ നാമത്തെ ജപിച്ച് ആ രാമനെ നമ്മുടെ മനസ്സാകുന്ന ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ച് നമ്മുടെ മക്കളെയും ബാലകരാമന്മാരാക്കി മാറ്റുവാൻ എങ്ങനെയാണോ ഒരു രാമൻ ബാലകരാമനായി മാറിയ 10 ദിവസത്തെ ഈ ചരിതം നമ്മൾ നല്ല പോലെ ഒന്ന് പഠിക്കണം, മനസ്സിലാക്കണം. ഇതാണ് ഈ ഒരു വിഷയം എന്ന രീതിയിൽ പറയാൻ എൻ്റെ മനസ്സിലുള്ളത്. കൃത്യം 1 മണിക്കൂർ സമയം ഇപ്പോൾ ഈ വിഷയം പറഞ്ഞു. വാൽമീകി രാമായണത്തെ സംബന്ധിച്ച് ഒരു 500-600 മണിക്കൂർ പറയാനുള്ളൊരു കണ്ടൻ്റ് ഉണ്ട് വാൽമീകി രാമായണത്തിൽ. വാൽമീകി രാമായണത്തിൻ്റെ നവാഹം സപ്താഹം ഒരു കഴിഞ്ഞ 10-12 വർഷമായിട്ട് അത് മാത്രമാണ് ചെയ്യണത്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിലെ HR മാനേജർ എന്നോട് പറഞ്ഞു, സതീഷേ, രാമൻ്റെ ആളാണല്ലോ സതീഷ്, രാമൻ 14 വർഷം കഴിഞ്ഞപ്പോൾ വനവാസം കഴിഞ്ഞു, സതീഷ് 14 വർഷമായി VRS എടുത്ത് പോവല്ലേ നല്ലത് എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെ അപ്പോളോ ടയേഴ്സിൽ എൻ്റെ ജോലി, ഞാൻ 14 വർഷം കഴിഞ്ഞപ്പോൾ വനവാസം കഴിഞ്ഞ് രാമൻ്റെ ചരിതം പറയുക, രാമനെ പറയുക എന്നുള്ളത് മാത്രമാണ് ജീവിതത്തിൽ. അതിനുവേണ്ടി എവിടെ പോയും രാമൻ്റെ കാര്യം പറയും. അതുകൊണ്ട് ആ ബാലകരാമൻ, വിശ്വംഭരൻ, ധർമ്മമൂർത്തി, സത്യപരാക്രമനായിട്ടുള്ള ആ ധർമ്മവിഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകട്ടെ. നമ്മുടെ മക്കൾ ബാലകരാമന്മാരായി മാറട്ടെ. നമ്മുടെ ഉള്ളിൽ ധർമ്മവിഗ്രഹമായ രാമൻ ഉണ്ടാകട്ടെ. രാമനാണ് നമ്മുടെ ആദർശ വ്യക്തിത്വം എന്ന് മാത്രം പറഞ്ഞ് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഹിന്ദുരക്ഷാ